بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه أعد الله لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم സഹോദരന്മാരെ, സഹോദരികളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിമിഷാർദ്ധങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളും അവശതകളും പരിഹരിക്കുകയും നിറവേറ്റിത്തരികയും ചെയ്യുന്ന ഒരവധി എത്തുമ്പോൾ നമ്മുടെ ഒന്നും ആഗ്രഹമോ താല്പര്യമോ കൂടാതെ നമ്മെ മരിപ്പിക്കുന്ന, വീണ്ടും ജീവിപ്പിക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വിചാരം തൂക്കി കണക്കാക്കി രക്ഷയും ശിക്ഷയും നൽകുവാൻ അധികാരവും കഴിവും ശക്തിയുമുള്ള, ഒരാൾക്കും ഒരു നിലക്കും സ്വാധീനിക്കുവാനോ മറികടക്കുവാനോ സാധിക്കാത്ത, എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിൻ്റെ എല്ലാ കിബറുകളും മാറ്റിവെച്ച് ഒന്നാം സ്ഥാനം അതിന് നൽകി ദുനിയാവിലും പരലോകത്തും അവൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ മനുഷ്യൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ വിലമതിക്കാനാവാത്ത രാപ്പകലുകൾ കെട്ടഴിച്ചു വിട്ട മൃഗങ്ങളെപ്പോലെ, കൂട് തുറന്നു വിട്ട പറവകളെപ്പോലെ നമ്മിൽ നിന്ന് ഓടി അകലുകയാണ്. പരമാവധി നമ്മുടെ സമയം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വഴിയിലാവണം. അതോടുകൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണെങ്കിൽ പോലും ദീനിയായ ഒരു ഉണർവ് കിട്ടുവാൻ മതപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ഒരുപാട് ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ളുഹർ നമസ്കാര ശേഷം ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് നമുക്ക് ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ളത് നമ്മുടെ മുൻഗാമികളെ പറ്റിയാണ്. നമുക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയവർ, നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്കുള്ള പാത താണ്ടിക്കടന്നവർ, സ്വർഗീയ പാതയിൽ എന്തെല്ലാം കല്ലും മുള്ളും നിറഞ്ഞതാണ് ആ പാത എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നവർ. ഖുർആനിൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനും തിന്മയിൽ നിന്ന് തടുക്കുവാനും പല രീതിയിലാണ് ഖുർആൻ മനുഷ്യനോട് സംസാരിച്ചിട്ടുള്ളത്. അതിൽ ഉപദേശങ്ങളുണ്ട്, സതുപദേശമുണ്ട്, മൗഇള, അതിൽ വാഗ്ദാനങ്ങളുണ്ട്, സുവിശേഷമുണ്ട്.
മുന്നറിയിപ്പുണ്ട്, താക്കീതുകളുണ്ട്, പ്രവചനങ്ങളുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ ആവർത്തിപ്പിച്ച് ഉപയോഗിച്ചൊരു വസ്തുതയാണ് ചരിത്രം. ഖുർആൻ എന്തിനാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, ഗുണപാഠം, നമുക്ക് ഗുണപാഠമായി തീരുവാൻ. പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ വിശദീകരിച്ച ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞൊരു വാക്ക്, ഫബിഹുദാഹു മുഖ്തദി, അവരുടെ മാർഗം നീയും പിൻപറ്റുക. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മീങ്ങളായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ പ്രവാചകരെ താങ്കളും ക്ഷമിക്കുക, നമുക്ക് ഗുണപാഠമായി തീരാൻ. മറ്റൊന്ന്, നമുക്ക് ആശ്വാസമാവാൻ. ആശ്വാസം ഏതുപോലെ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവിടെ നിർത്തിയിരുന്നെങ്കിൽ നമുക്കെന്താ തോന്നുക? പടച്ചോനെ, നമുക്ക് മാത്രം നോമ്പ് അല്ല, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ആശ്വാസമായി, എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കൊരു നോമ്പുണ്ട്. റമളാൻ മാസം നോമ്പ് നോൽക്കാൻ നമുക്ക് യാതൊരു വിഷമവുമില്ല. എന്നാൽ റമളാൻ കഴിഞ്ഞിട്ടൊരു നോമ്പ് നോറ്റാൽ വൈകുന്നേരമായി കിട്ടാൻ വലിയ പണിയാണ്. കാരണം ഒരാളും നമ്മെ സഹായിക്കാൻ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പൊ എന്റെ നോമ്പ് നിങ്ങളെയും നിങ്ങളെ നോമ്പ് എന്നെയും സഹായിക്കുന്നുണ്ട്. അപ്പോ ആശ്വാസത്തിന് ഖുർആൻ ചരിത്രം ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ആവേശത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ തണലിൽ വിശ്രമിക്കുകയാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലം, വളരെ ചുരുങ്ങിയ മെമ്പർമാർ, ശത്രുക്കളുടെ ഉപദ്രവം വളരെ കഠിനമായ ഒരു സമയം. അപ്പോഴാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തലേന്ന് രാത്രി ശത്രുക്കൾ അടിച്ച അടിയുടെ പാടുമായി ഇരുമ്പ് ദണ്ട് ചൂടാക്കി ശരീരത്തിൽ വെച്ച് പൊള്ളിച്ച അടയാളവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വരുന്നത്. എന്നിട്ട് ചോദിച്ചു, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണില്ലേ? അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ പടച്ചവനോട് സഹായം തേടില്ലേ? എന്താ ഇപ്പൊ ഈ കോലം, എത്ര കാലം സഹിക്കണത്? നിങ്ങളൊന്നും ഇങ്ങോട്ട് നോക്കി, എന്റെ പുറത്തും അരമലും ഊരമലും ഒക്കെ അടിച്ചതും അടയാളം വെച്ചതും ഒക്കെ എത്ര കാലം സഹിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ചരിത്രം പറഞ്ഞു കൊടുക്കുക ചെയ്തത്. ഖബ്ബാബ്, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നമുക്ക് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയ ഒരു വിഭാഗം ആളുകളെ ശത്രുക്കള് ഈർച്ചമില്ലുന്ന് മരം ഈരുന്നത് പോലെ രണ്ട് കഷ്ണാക്കി, ഈർന്ന് രണ്ട് കഷ്ണാക്കിയിട്ടാണ്. അറിയോ? നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിണോ? ഇല്ല എന്ന് പറഞ്ഞു. വേറെ ചില മനുഷ്യന്മാരെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തുനിന്ന് ഇറച്ചൊക്കെ ഇങ്ങനെ മാന്തി 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 എടുത്തിട്ട് അസ്ഥി മാത്രമാക്കി നിർത്തിയിട്ടുണ്ട്, മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം. ആ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിണോ? ഇല്ല. താങ്കൾ എന്ത് പറയുന്നു? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. കണ്ടോ? ആവേശമായി. ആവേശത്തിന്, ഗുണപാഠത്തിന് ചരിത്രം പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സത്യവിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഏറെ പ്രചോദനം നൽകുന്ന ഒന്നാണ് സ്വഹാബികളെ പറ്റിയുള്ള ആലോചന. ഇന്ന് പ്രത്യേകിച്ചും റമദാൻ 17 ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ രണ്ട് സംഭവം, ഒന്ന് ഹിജ്റയും മറ്റൊന്ന് ബദറുമാണ്. ആ ബദറിന് സാക്ഷ്യം വഹിച്ച ദിവസത്തിലാണ് ഞാനും നിങ്ങൾ ഇപ്പൊ നോമ്പ് വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി സ്വഹാബികളെ പറ്റി നമ്മൾ കൂടുതൽ ആലോചിക്കാൻ താല്പര്യപ്പെടുന്നൊരു സമയം കൂടിയത്. സ്വഹാബികളുടെ ജീവിതം പരിശോധിച്ചാൽ ഒരുപാട് നല്ല പാഠങ്ങൾ. ഇപ്പോ ഒരു സ്വഹാബിന്റെ ജീവിതം പരിശോധിച്ചാൽ എനിക്ക് കിട്ടുന്ന പാഠാവൂല നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ആവൂല എനിക്ക് കിട്ടുന്നത്. എന്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള അവരുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 2-3 രംഗം മാത്രം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്വഹാബികൾ ആരാ? പരിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻ.
അള്ളാഹു അവരെ പറ്റിയും അവർ അള്ളാഹിനെ പറ്റിയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടി. മാത്രം ഇത് മൊത്തത്തിൽ സ്വഹാബികളെ പറ്റി പറഞ്ഞതാ. എന്നാൽ ഇൻഡിവിജ്വലായി വ്യക്തിപരമായി പല ആളുകളും സ്വർഗത്തിലാന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കണ്. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, ഇന്നി അഅരിഫു ഇസ്മ റജുലിൻ, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പേരറിയാം. ഒരാളെ പേരെ അറിയുള്ളൂ? അല്ല, അയാളെ പറ്റി പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടാണ്. വസ്മ അബീഹി വ ഉമ്മിഹി, ആ മനുഷ്യന്റെ മാതാവിനെയും പിതാവിനെയും അറിയാം എന്ന് പറഞ്ഞാൽ അയാളെ ശരിക്കും അറിയാന്ന അതിന്റെ അർത്ഥം. എന്താ അയാളുടെ പ്രത്യേകത? എന്താ ഇപ്പൊ ഇയാളെ എടുത്തു പറയാനുള്ള കാരണം? നാളെ പരലോകത്ത് ഇയാൾ സ്വർഗത്തിലാണ് എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ ഒരുപാട് വാതിലുകളുണ്ട്. എല്ലാ നന്മക്കും ഓരോ വാതിലുണ്ട്. അതാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കുക എന്ന് പറഞ്ഞത്. ഈ കണ്ട വാതിലിൽ നിൽക്കുന്ന മലക്കുകളെല്ലാം ഈ മനുഷ്യനെ ആ വാതിൽ കൂടെ കയറാൻ വേണ്ടി ക്ഷണിക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പിടിയും വലിയും കൂടും മലക്കൾ ഇയാളെ കിട്ടാന്. അങ്ങനത്തെ ഒരു മനുഷ്യങ്ങളെ കൂട്ടത്തിലുണ്ട്. അയാളെ മാത്രല്ല, അയാളെ അമ്മനെയും ബാപ്പനെയും അറിയാന്ന് പറഞ്ഞു. ആളാരാന്ന് പറഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് പോയി. സ്വാഭാവികമായി പല ചർച്ചയുണ്ടായി. ചില ആളുകൾ പറഞ്ഞു അള്ളാന്റെ പ്രവാചകന്മാരായിരിക്കാം, ചില ആളുകൾ പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളായിരിക്കും. ഒക്കെ നല്ല മറുപടി തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. അപ്പോ ഫഖാല സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ഫാരിസിയാണ്, പേർഷ്യക്കാരനാ. ഇറാന്റെ പഴയ പേരാ പേർഷ്യ. പേർഷ്യയിൽ അഗ്നി ആരാധകനായി ജനിക്കുകയും ക്രിസ്ത്യാനിയായി ജൂതനായി ഇതൊക്കെ മതങ്ങളിലൂടെ സഞ്ചരിച്ച് പഠിച്ച് അവസാനം ഇസ്ലാമിൽ എത്തിപ്പെടുകയും ചെയ്ത വിജ്ഞാന കുതുകിയായ അന്വേഷണത്തിന്റെ അങ്ങേയറ്റം വരെ പോയിട്ടുള്ള സഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഖന്തഖ് യുദ്ധം, ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ യുദ്ധത്തിന്റെ പേര് അഹ്സാബ്, സൂറത്തുൽ അഹ്സാബ്, അഹ്സാബ് യുദ്ധം, സഖ്യകക്ഷികൾ യുദ്ധം, ഖന്തഖ് യുദ്ധം. ആ യുദ്ധത്തിൽ ഒരു തുള്ളി ചോര പോലും മുസ്ലിങ്ങൾ ഇത് ചിന്താതെ യുദ്ധത്തിൽ രക്ഷപ്പെടുത്തിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അറേബ്യയെ പഠിപ്പിച്ച യുദ്ധതന്ത്രം ഖന്തഖ്, കിടങ്ങ് കുഴിക്കുക എന്നുള്ള യുദ്ധതന്ത്രം അറേബ്യൻ യുദ്ധതന്ത്രമല്ല, ഇറാനിയൻ യുദ്ധതന്ത്രമാണ്. അത് മദീനയിൽ കൊണ്ടുപോയി പയറ്റി അദ്ദേഹം മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹാദാ മുർതഫിഉൻ ശഅ്നുഹു യാ റസൂലല്ലാഹ്, നിങ്ങൾ പറഞ്ഞ മനുഷ്യനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു റസൂലെ, എത്ര വലിയ ഭാഗ്യവാനാണ് അയാൾ. ഞങ്ങളൊക്കെ സ്വർഗത്തിൽ എങ്ങനെങ്കിലും ഒന്ന് എത്തിപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നടക്കുമ്പോ അയാളെ സ്വർഗത്തിന്റെ വാതുക്കെന്ന് പിടിയും വലിയും കൂടുകയാണല്ലോ. ആരാണ് അയാൾ? അയാൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നൂടെ? അയാളെ പറ്റി പഠിക്കാലോ, ഞങ്ങൾക്ക് അയാൾ ജീവിക്കുന്നവരോ ജീവിക്കാലോ, അയാളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാനൊന്നുമില്ല. ദാലിക അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിനെ പറ്റി ഞാൻ പറഞ്ഞ ആ ചാരി ഇരിക്കുന്ന വെളുത്ത മനുഷ്യൻ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കുക, ഈ മനുഷ്യൻ പിന്നെ പരലോകത്തെ പറ്റി പേടിക്കേണ്ടതുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സാക്ഷികളെ മുമ്പ് അത് പറഞ്ഞു, ഈ മനുഷ്യൻ സ്വർഗത്തിലാന്നല്ലല്ലോ പറഞ്ഞത്. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന വ്യക്തി എന്നല്ലേ. ഈ മനുഷ്യൻ സ്വർഗത്തെ പറ്റി പേടിക്കേണ്ടതുണ്ടോ? ഇല്ലേ? ഇല്ല എന്നാണ് നമ്മുടെ മനസ്സ് പറയണത്. പക്ഷേ സഹാബയുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും പ്രകടമായിട്ട് അവരുടെ സ്വഭാവ ഗുണമായി നമ്മൾ കാണുന്നത് ഇസ്തിഗ്നാ ഇല്ല എന്നുള്ളതാണ്. എന്താ ഇസ്തിഗ്നാ? ഞങ്ങളൊക്കെ തേഞ്ഞോലാണ്. നമ്മളെ മനസ്സിൽ എന്തായാലും ഉണ്ട്, ഞങ്ങളൊക്കെ തികഞ്ഞോലാണ്. അത് സഹാബികളിൽ ഒരാൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യന്റെ മഹത്വം തീർന്നിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മറ്റൊരിക്കൽ, ലോകത്തുള്ള മുഴുവൻ മുസൽമാന്റെയും ഈമാൻ മനസ്സെന്ന് പുറത്തെടുത്തിട്ട് ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കാൻ കഴിയുമല്ലേ എന്നുള്ളത് വേറെ കാര്യം. ഒരു ഉദാഹരണം പറയാം. മറ്റേ തട്ടിൽ ഈ മനുഷ്യന്റെ ഈമാൻ എടുത്തു വെക്ക്, അതിനേക്കും കനം കൂടുതൽ. അപ്പൊ ആ മനുഷ്യന്റെ ഈമാന്റെ കട്ടി എത്രയാ? 2. മൂന്നാമത്തതോ, എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവസരം നൽകിയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞ ഞാനല്ല, എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവസരം നൽകിയാൽ. എന്താ നൽകിയാൽ എന്ന് പറയാൻ കാരണം? നൽകൂല, അത് തന്നെ, വേറൊന്നുമല്ല.
നമ്മളെ സമുദായത്തിന്റെ വിശ്വാസം എന്താ? പരലോകത്തെത്തി ആരെ കയ്യാ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഔലിയാക്കന്മാരെ കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക പടവലങ്ങ പോലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എനിക്ക് സ്വർഗത്ത് പോകുമ്പോ ഒരാളെ റസൂലുള്ളാഹിക്ക് മാത്രം പടച്ചോന്റെ അനുവാദം കൊടുക്കുക, പ്രവാചകൻ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇക്കണ്ട കോടാനകോടി മനുഷ്യന്മാരെ കൂട്ടത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളങ്ങൾ കൊണ്ടുപോയിക്കോടി എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാ തെരഞ്ഞെടുക്കേണ്ടത്? 8-9 ഭാര്യമാരില്ലേ? ഖിത്അത്തു ഖബ്ലി, എന്റെ കരളിന്റെ കഷ്ടമെന്ന് വിശേഷിച്ച് പൊന്നാര മകളില്ലേ? 40 വയസ്സായ അവസ്ഥയിൽ വിവാഹം കഴിച്ച് 25 വർഷക്കാലം ദാമ്പത്യ ജീവിതം നയിച്ച് മക്കളുണ്ടായി, സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന്റെ പ്രചരണത്തിനു വേണ്ടി ചെലവഴിച്ച് മക്കയിലെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നൊരു പരിചയമായി നിന്ന ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യത്തെ ഭാര്യ. എന്താണ് ആ കുടുംബജീവിതം നിങ്ങൾക്ക്? ആ ഭാര്യ മരിച്ച വർഷത്തിന് ഭർത്താവിട്ട പേരെന്താണെന്നറിയോ? ദുഃഖത്തിന്റെ വർഷം എന്നാ. നമ്മളെ ഭാര്യ വെച്ച എന്താ ഇടുക പേരെന്ന് ആലോചിച്ച് നോക്കേണ്ടി. ദുഃഖത്തിന്റെ വർഷം. രണ്ടാമത്തതോ, അവർ വഫാത്തായി 3 മാസം കഴിഞ്ഞപ്പോ ഒരു സ്വഹാബി വനിത ഒരിക്കൽ റസൂൽ തന്നെ സന്ദർശിക്കാൻ വന്നു. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ മടിയിൽ നിന്ന് ഇങ്ങനെ കളിക്കുക, റസൂൽ തന്നെ എടുക്കുന്നുണ്ട്. റസൂൽ തന്നെ വെച്ചു, സഹാബി റസൂലെ മരിക്കലിപ്പോ എല്ലാവരും മരിക്കുമല്ലോ, അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ആളല്ല നിങ്ങള്. ഒരു ഭാര്യ മരിച്ചു എന്ന് വെച്ച് കാലാകാലം ഇങ്ങനെ ഒറ്റക്ക് കഴിയാനാണോ ഭാവം? വേറെ കല്യാണം കഴിച്ചൂടെ? ഒരു നിർദ്ദേശം വെച്ചതാ. അതുവരെ ആ സഹാബി വനിതന്റെ മുഖത്തേക്ക് നോക്കി റസൂൽ നേരെ കീപ്പിട്ട് നോക്കി, കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. അത് പറഞ്ഞപ്പോഴത്തിന് അദ്ദേഹം ഗദ്ഗദത്തോടുകൂടി പറഞ്ഞൊരു വാക്കുണ്ട്, ഖദീജക്ക് പകരം ആരാണിനി? ഖദീജക്ക് പകരം ഖദീജ മാത്രം. അതാ കുടുംബജീവിതം. തീർന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ട പ്രവാചകൻ മക്കം ഫത്തിന് ശേഷം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് 14 വർഷം കഴിഞ്ഞു. അതിന്റെ ശേഷം 8-9 ഭാര്യമാര് വന്നു റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക്. പക്ഷേ സഹോദരന്മാരെ, മദീനയിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാചകനെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സത്യവിശ്വാസികൾ മക്കയുടെ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നു. ആ കാത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളോടും റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെ സ്നേഹത്തിന് നന്ദിയുണ്ട്, പക്ഷെ എനിക്ക് അല്പം സമയം തരണം. എന്താ വേണ്ടത്? ഞാൻ എന്റെ ഭാര്യന്റെ ഖബറിന്റെ അടുത്തൊന്ന് പോട്ടെ. ഏത് ഭാര്യന്റെ? 14 കൊല്ലം മുമ്പ് മരിച്ച ഒരു ഭാര്യന്റെ. ആ ഭാര്യ ഭർത്ത ജീവിതത്തിന്റെ ആഴെത്രയാ? എന്താ കാരണം? നമ്മുടെ കുടുംബജീവിതം അങ്ങനെ ആയോ? പരിശോധിക്കണ്ടോ ഇല്ലേ? നമ്മളെ കോലെന്താ? എന്റെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാല് ബുക്ക് ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട്. അതിന് ചിലപ്പം വള കെട്ടി കൊടുക്കും. അത് റോഡ് ഗോൾഡ് ആയിരിക്കും. കാരണം അഥവാ തെറ്റി പോവുകയാണെങ്കിൽ സ്വർണം പോയിരുന്നുള്ളതൊക്കെ റോഡ് ഗോൾഡാണ് കെട്ടി കൊടുക്കുക. അല്ലെ വാച്ച് കെട്ടി കൊടുക്കും. അല്ലെ 50 പൈസന്റെ മുട്ടായി കുറച്ച് വിതരണം ചെയ്ത് പോട്ടെ എന്നുള്ളവർക്ക്. അപ്പോ തന്തക്ക് മനസ്സിലായി ഈ കുട്ടിനെ എനിക്ക് പറ്റിക്കണ്, ഇനി വേറെ ആർക്കും കാണിച്ചു കൊടുക്കണ്ട, ബുക്ക് ചെയ്യാറുണ്ട്. അതാ. പക്ഷെ അന്യ പെണ്ണല്ലേ. ഇങ്ങനത്തെ ആളുകൾ, ചില ആളുകൾ അല്പം മതബോധമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഏറ്റവും പരിചയമുള്ള മൗലവിമാരെ വിളിക്കും. ചില ആളുകൾ എന്നെ വിളിക്കില്ല. അതാ പറയാൻ കാരണം. എന്താ എനിക്ക് അറിയേണ്ടതെന്ന് അറിയോ? മൗലവി ഇങ്ങനെ ഒരു കുട്ടിനെ പോയി കണ്ടിക്കണ്, പെങ്ങന്മാരും കൊണ്ടുപോയി മുട്ടായി കൊടുത്തത്, അന്യ പെണ്ണാണല്ലോ, എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അവൻ അറിയേണ്ടി. അപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യകർത്താവിന്റെ മനസ്സ് നമുക്കറിയാം. എന്താ മനസ്സ്? നമ്മൾ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഓൻ വിളിക്കുമോ? അപ്പൊ ഞാൻ പറയും, ഓ വിളിച്ചോളി, കാർഡ് വേണേ ഞാൻ വാങ്ങിത്തരാം. അതേതായാലും ഓ വാങ്ങൂലല്ലോ, ഉറപ്പല്ലേ. പക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയാ പിന്നെ സംസാരമല്ല. പിന്നെ അവനക്ക് അങ്ങാടിയിലെത്തിയാലേ സമാധാനം കിട്ടുള്ളൂ. കുടുംബജീവിതത്തിൽ പ്രശ്നം തുടങ്ങുന്ന അവിടെയാണല്ലോ, സംസാരം കുറയാണ്. എന്നാൽ ഈ കുടുംബജീവിതം പോയി 14 കൊല്ലത്തിന് ശേഷം നാട്ടിക്ക് വന്ന് ആ ഭർത്താവ് ആദ്യം പോയത് ആ ഭാര്യന്റെ ഖബറിങ്ങലക്ക. മനസ്സിന്ന് ആ ഓർമ്മ 1 ഇഞ്ച് പോലും മാഞ്ഞു പോയില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. ഈ കുടുംബജീവിതം നയിക്കാൻ തന്നെ സഹായിച്ച ഖദീജനെ ഞാൻ തെരഞ്ഞെടുക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞോ? പറഞ്ഞില്ല. തബൂക്ക് യുദ്ധത്തിന് പോവാണ്, 5 പൈസക്ക് ഗതിയില്ല. കൃഷി വിളവെടുപ്പ് ആവണേ ഉള്ളൂ. വിളവെടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസയായി. പക്ഷെ അതിന് സമയം കിട്ടിയില്ല. ഒരു പരീക്ഷണം എന്നോണം വിളവെടുപ്പിന്റെ സമയത്താണ് തബൂക്ക് യുദ്ധം വന്നത്. ആയുധം വാങ്ങാനും വാഹനം വാങ്ങാനും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടായപ്പോ 1000 ദിനാറാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൈ കൊണ്ട് വെച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ബഹ്റൈനിൽ ആരെങ്കിലും ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കണം, ഒരു ദിനാറ് ഇന്നെ എത്ര രൂപയാണ് ഇന്ന്. അപ്പൊ അന്നോ
1000 ദിനാറ് റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോ പ്രവാചകന്റെ കണ്ണും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. മദീന പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് 2 കൈയും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റള അൻ ഉസ്മാൻ ഫഇന്നി അൻഹു റാളിൻ. അള്ളാഹുവേ, ഉസ്മാനെ പറ്റി നീ തൃപ്തിപ്പെടണം, ഞാൻ അദ്ദേഹത്തിന് സംതൃപ്തനാണ്. ഇത്ര വലിയൊരു സഹായം ചെയ്യാൻ അയാൾക്കല്ലാതെ അറേബ്യയിൽ ഒരാൾക്കും സാധിക്കൂല. ഒരു നിർണായക ഘട്ടത്തില് ഇത്ര വലിയ സംഖ്യ തന്നെ എന്നെ സഹായിച്ച ഉസ്മാനെ ഞാൻ തെരഞ്ഞെടുക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെയോ ഉഹദിന്റെ രണാങ്കണത്തിൽ 56ഓളം ബദരീങ്ങൾ പങ്കെടുത്ത യുദ്ധമാണ് ഉഹദ്. ആ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് നേരിയ പരാജയം ഉണ്ടായി. ഇന്ന് മുസ്ലിങ്ങൾ ആവശ്യം നിർവഹിക്കാനും രോഗം മാറാനും പ്രാർത്ഥിക്കുന്നത് ബദരീങ്ങളോടാ. ആ ബദരീങ്ങളിൽ 56 ആള് പങ്കെടുത്ത യുദ്ധം ഉഹദ് യുദ്ധം പരാജയപ്പെട്ടില്ലേ? എന്താ കാരണം? ഓർക്ക് സ്വയം സഹായിക്കാൻ കഴിയൂല, അവർക്ക് മനുഷ്യരാണ്. ആ യുദ്ധക്കളത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ശത്രുക്കള് മുസ്ലിം സൈന്യം ചിന്ന ഭിന്നമായി ഓടിപ്പോയി. പ്രവാചകനെ വിട്ട് സഹാബകൾ ഓടിപ്പോയി. പ്രവാചകനെ ശത്രുക്കൾ വളഞ്ഞു. ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ പ്രവാചകൻ വീണു. പ്രവാചകന്റെ അണപ്പല്ല് പൊട്ടി, കവിളിൽ അമ്പ് തറച്ചു. പ്രവാചകൻ വഫാത്തായി പോയി എന്ന കിംവദന്തി പരന്നു. അറേബ്യയിൽ മദീനയിലെ മുസ്ലിം സ്ത്രീകൾ, സഹാബി വനിതകൾ ഈറ്റപ്പുലിയെ പോലെ യുദ്ധക്കളത്തിലേക്ക് ഓടി. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വരുന്ന അമ്പുകൾ സ്വന്തം മാറോട് ചേർത്ത് പിടിക്കാൻ ഓടി നടന്നൊരു പെണ്ണുണ്ടായിരുന്നു, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. 80ഓളം മുറിവുകളാണ് ഉഹദ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയപ്പോ അവരുടെ മാറിൽ മാത്രം ഉണ്ടായിരുന്നത്. ആ 80 മുറിവുകളും 80 അമ്പ് തറച്ച അടയാളങ്ങളായിരുന്നു. ആ 80 അമ്പുകളും ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ നേരെ തൊടുത്തുവിട്ട അമ്പുകളായിരുന്നു. യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ പള്ളിയിൽ വന്ന് യുദ്ധത്തിന്റെ അവലോകനം നടത്തുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, മൽതഫതു യമീനം വശിമാലൻ. ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കി ഉഹദ് യുദ്ധത്തിൽ. അവിടെയെല്ലാം എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ചുറ്റും ഈറ്റപ്പുലിയെ പോലെ ഓടി നടക്കുന്ന ഉമ്മു അമ്മാറയാണ് ഞാൻ കണ്ടത്. സഹോദരങ്ങളെ, പുരുഷന്മാർ പോലും എന്നെ വിട്ടോടിപ്പോയപ്പോ എന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ ഉമ്മു അമ്മാറയെ ഞാൻ കൊണ്ടുപോകുമെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. പിന്നെ പറഞ്ഞത് ലത്തഖദതു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കറിനെ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി പറയുമാറ് പ്രവാചകൻ സേവിച്ച വ്യക്തി. പരലോകത്തെ പറ്റി പേടിക്കണ്ടോ അല്ലേ? പറയ്. എന്നാ മനുഷ്യന്റെ അവസ്ഥ എന്താ? ആ മനുഷ്യൻ ഒരിക്കല് വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി പള്ളിക്ക് നമസ്കരിക്കാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി വരണം, അതാ സുന്നത്ത്. വീട്ടിൽ പൈപ്പും വെള്ളവും ഉണ്ടെങ്കിലും ചിലർ മൂത്രമൊഴിക്കാൻ വരെ എവിടെ വരും, കാരണം ആ വെള്ളം ഇവിടുന്നാട് ചെലവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സുന്നത്ത് അതാ. അങ്ങനെ വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി മദീനത്തെ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന വൈക്കല് ഒരു മരത്തിന്റെ ചോട്ടില് ഒരു പേടമാൻ, പെൺമാൻ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഉറങ്ങുക. എത്ര കണ്ടാലും മതി വരാത്തൊരു മൃഗമാണല്ലോ മാൻ. എത്ര കണ്ടാലും മതി വരാത്ത മൃഗമാണല്ലോ ആന. എത്ര കണ്ടാലും മതി വരാത്തതാണല്ലോ കടൽ. കണ്ടാ മതിയാവോ? ഉണ്ടാവൂല. അതിൽപ്പെട്ട ഒന്നാണ് മാൻ. ആ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. സിദ്ദീഖ് റളിയല്ലാഹുവിന് അതിനെ ശല്യപ്പെടുത്താതെ ദൂരെ നിന്നിട്ട് അതിനെങ്ങനെ നോക്കി കുറേ സമയം. എന്നിട്ട് തന്നോടെന്ന പോലെ പറഞ്ഞു, അല്ലയോ മാനെ, നിനക്ക് എവിടുന്നും ഭക്ഷണം കഴിക്കാം, നിനക്ക് എവിടുന്നും വെള്ളം കുടിക്കാം, നിനക്ക് എവിടെയും കിടന്നുറങ്ങാം. നാളെ നിനക്ക് പരലോകത്ത് വിചാരണല്ലോ. അബൂബക്കറും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ. ആരാ പറഞ്ഞത്? നമ്മളോ? എന്താ നോമ്പ് നോറ്റ് തറാവി നിസ്കരിച്ച് ഇനിയിപ്പൊ സ്വർഗത്ത് കണ്ടു പോയാ മതി. ഒരു ടെൻഷൻ. മുജാഹിദുകൾക്ക് എന്തായാലും ഉണ്ട്, ഉറപ്പാ. ഓല് കഴിഞ്ഞിട്ടേ വേറുള്ളൂ. ഞങ്ങൾ പോയിട്ടേ സുന്നൽ സ്വർഗത്തിൽ പോവുള്ളൂ എന്നാ മുജാഹിദുകളുടെ വിചാരം. പൊട്ടന്മാര്. അള്ളാനെ പറ്റിയും പരലോകത്തെ പറ്റി ഇത്ര ഭയമില്ലാത്ത ഒരു വിഭാഗമായി മാറില്ല ഞാനുങ്ങളും. പരലോകത്തെ പറ്റി ആലോചിച്ച് സിദ്ദീഖ് റളിയല്ലാഹു കരയേണ്ട ആവശ്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10-ലധികം പ്രാവശ്യം ആയിരക്കണക്കിന് സഹാബകളെ സാക്ഷി നിർത്തി അബൂബക്കറെ താങ്കൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മളെ പറ്റി ആരാ പറഞ്ഞത്? എന്നിട്ട് നമുക്ക് വല്ല പേടിയുണ്ടോ പരലോകത്തെ പറ്റി? ഇല്ല. ഇസ്തിഗ്നാ, ഞങ്ങളൊക്കെ തികഞ്ഞോല. വെറുതെ ചിന്തിക്കണ്ട. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗം നിർത്തിയില്ല. ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ ഒരു വലിയ മാളിക കണ്ടു, കൊട്ടാരം. ആ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ വെള്ളികിന്റെ ഇഷ്ടിക കൊണ്ടാ. എന്താ ഇപ്പൊ ഒരു പവന്റെ വില? അത് ഈ ലോകത്ത് ഒന്നിനും പറ്റാത്ത സ്വർണ്ണ. ഏറ്റവും മുന്തിയ സ്വർണത്തിന്റെ വെള്ളിന്റെ ഇഷ്ടിക കൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കിയാൽ അതിന്റെ തിളക്കം എന്താ നിങ്ങൾ ആലോചിക്ക്. അത് കണ്ട നമ്മുടെ നേതാവ് പറയാൻ,
ഇന്നീ വനന്തു അന്നഹു ലീ, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രക്ക് കമനീയമായ പടുകൂറ്റൻ കൊട്ടാരം. ആ കൊട്ടാരത്തിന് മുമ്പിൽ 2 കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരോട് ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആരുടേതാണ്? ആരവിടെ താമസിക്കുന്നത്? ഇത് ആർക്കുള്ളതാ? അപ്പൊ ആ കാവൽക്കാർ പറഞ്ഞു അത്രേ, ഫതം മിൻ ഖുറൈശ്, ഖുറൈശികളിലെ ഒരു യുവാവിനുള്ളതാണ്. ദാലിക ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ. ഉമർ അല്ലാഹുവിന് സ്വർഗത്തിൽ താമസിക്കാനുള്ള ഒരു കൊട്ടാരം റസൂൽ നേർക്ക് നേരെ കണ്ടു വന്ന് വിവരം പറഞ്ഞു. ഉമറേ, എനിക്കൊന്ന് കേറി നോക്കണം എന്ന് പൂതി ഉണ്ടായിനി. എനിക്കൊന്ന് കേറി നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇജ്ജൊരു ചൂടനാണല്ലോ, പുരാന്തൻ. നിങ്ങളോണ്ട് ആരെ ഞാൻ കയറുന്നതിന് മുമ്പ് കയറാൻ പറഞ്ഞതെന്ന് ചോദിച്ചു, ചൂടായോ എന്ന് ചോദിച്ചാൽ ഞാൻ കയറാഞ്ഞെന്ന് നേരെ റസൂൽ പറഞ്ഞു. എന്നാൽ ഈ മനുഷ്യൻ പരലോകത്തെ പറ്റി പേടിക്കേണ്ടതുണ്ടോ? ഇല്ല. പക്ഷെ എന്തായിരുന്നു അവസ്ഥ? ലൈത ഉമ്മീ ലം തലിദിനി ലൈതനി കുന്തു സബിയ, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു, ഞാൻ കുട്ടിയായ അവസ്ഥയിൽ മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. ആരാ പറഞ്ഞറിയോ? ഇദ്ദേഹം താമസിക്കേണ്ട കൊട്ടാരം കണ്ടു വന്നിട്ട് ആരാ പറഞ്ഞത്? അള്ളാന്റെ റസൂല്. ആരെ പേടിക്കേണ്ടത്? നമ്മളവസ്ഥ എന്താ സഹോദരന്മാരെ? നമ്മൾ ആദ്യത്തെ 10 ഉള്ളപ്പോ 2ാമത്തെ 10 പള്ളിയില്? ഇല്ല. രണ്ടാമത്തെ 10 മൂന്നാമത്തെ 10 ഇല്ല. 3ാമത്തെ 10 പിന്നെ മൂത്രമൊഴിക്കാൻ വരെ പള്ളിയിൽ കയറുവോ? ഇല്ല. പിന്നെ ഓനെന്നാ കാണില്ല ഇൻഷാ അല്ലാഹ് അടുത്ത റമളാൻ ആയുസ് ബാക്കി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കാണൂല. നമ്മൾ തികഞ്ഞല്ലോ. ഇനി എന്താ പേടിക്കാനുള്ളത്? പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങല്ലേ. ഇനി മുസ്ലിം സ്ത്രീകൾ എവിടെ ഉണ്ടാവുക? അങ്ങാടികളിൽ, ടെക്സ്റ്റൈൽസുകളിൽ, കോഴിക്കോട് മിഠായി തെരുവില് പൈക്കള് നടക്കണ മാതിരി നടക്കണത്. 2 റുപ്യന്റെ പിന്ന് വാങ്ങാൻ 8 പെണ്ണുങ്ങൾ ഒരു ഓട്ടോറിക്ഷയിൽ 2 റുപ്യന്റെ പിന്നാ വാങ്ങാൻ പോലെ റമളാൻ മുഴുവൻ റോട്ടുമെന്ന് നടന്നു തീർക്കുക. എന്താ കാരണം? നമ്മളൊക്കെ തേഞ്ഞല്ലോ. എന്താ പേടിക്കാനുള്ളത്? ഞങ്ങളുടെ നാട്ടിൽ ഒരു തമാശ പറയില്ല, നിങ്ങൾ ക്ഷമിക്കണം. ചിലപ്പോ ലേശം പറയാൻ പറ്റാത്ത തമാശയായിരിക്കും. എന്റെ നാടൊരു ഗ്രാമല്ല കുഗ്രാമം, 2ഓ 3ഓ പീടിയുള്ള ചെറിയ ഗ്രാമം. അപ്പൊ അവിടെയൊക്കെ വയസ്സന്മാര് മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോ പീടിയന്റെ ബേക്ക് പോയി മൂത്രമൊഴിക്കുക. അവിടെ കഴുകാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ഇതും പിടിച്ച് ഇങ്ങനെ പള്ളിക്കുളത്തേക്കാ പോവുക. പിന്നെ അല്ലെ പള്ളിക്ക്. ഇത് അങ്ങാടി കൂടെ ഇത് പിടിച്ച് ഇങ്ങനെ പോലെ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല, മൂത്താപ്പയെ പോണത്. അപ്പൊ പണ്ടൊരു തമാശ വരുന്നുണ്ട്. റമളാൻ 29-ന് ഒരാളിങ്ങനെ മൂത്രമൊഴിച്ച് ഇങ്ങനെ കകാൻ പോകുമ്പോ ആരോ പറയും മാസം കണ്ടിട്ട് ഇട്ടൂട്ട്. കാരണം ഇനി കകണ്ടിയില്ലല്ലോ. നമ്മൾക്ക് റമളാൻ കഴിഞ്ഞല്ലോ. ഖുർആനോത്ത് നിർത്ത്, ദാനധർമ്മം നിർത്തി, പള്ളിയിൽ 5 നേരം ജമാഅത്തിന് വരണമെന്നുള്ള ചിന്ത നിർത്തി, എല്ലാം നിർത്തിയില്ലേ. റമളാൻ കഴിഞ്ഞപ്പോ ഒക്കെ ഇട്ടു. മൂത്താപ്പ അതേ ഇട്ടിട്ടുള്ളൂ, നമ്മളോ മുഴുവൻ ഇട്ടിട്ടില്ലേ. എന്താ കാരണം? നമ്മളൊക്കെ തികഞ്ഞല്ലോ. ഇസ്തിഗ്ന ഉണ്ടായിരുന്നില്ല. ആർക്ക്? സഹാബികൾക്ക്. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന ചിന്തയുണ്ടായിരുന്നില്ല. ഒരു ഇബാദത്ത് ചെയ്താലോ പടച്ചോനെ സ്വീകരിക്കണേ റബ്ബേ. സഹോദരന്മാരെ, റമളാൻ മാസം കഴിഞ്ഞാൽ 6 മാസക്കാലം, റമളാൻ കഴിഞ്ഞിട്ട് 6 മാസക്കാലം സഹാബികൾ പള്ളിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കും, പടച്ചോനെ ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണം, ഞങ്ങളെ തറാവീഹ് സ്വീകരിക്കണം, ഞങ്ങളെ ദാനധർമ്മം സ്വീകരിക്കണം, ഞങ്ങളെ ഖുർആൻ പാരായണം സ്വീകരിക്കണം, ഞങ്ങളെ ദീനീ പഠനം സ്വീകരിക്കണം. റമളാന്റെ ഒരു കർമ്മം റബ്ബേ നീ സ്വീകരിക്കാണ്ടിരിക്കരുത്. എത്ര മാസം പ്രാർത്ഥിക്കല്? 6 മാസം. നമ്മൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടിയുണ്ടോ? ഇപ്പൊ ളുഹർ നിസ്കരിച്ചല്ലോ, നിസ്കരിച്ച് അള്ളാഹ് സ്വീകരിച്ചോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? എനിക്കുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മളെ വിചാരം അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാവും. എങ്ങനെ സ്വീകരിക്കാക്കല്? പ്രത്യേകിച്ച് ഞാൻ ചെയ്താൽ ഞാനും അള്ളയും തമ്മിൽ അടുത്ത ബന്ധത്തിലാണ്. ഞാൻ ചെയ്താൽ എന്തായാലും സ്വീകരിക്കാണ്ടിരിക്കേണ്ടതില്ല. എന്നാൽ സഹാബികൾ എങ്ങനെയാ? നോമ്പ് നോറ്റ് നോമ്പ് കഴിഞ്ഞ് 6 മാസക്കാലം പള്ളിയിൽ ഇരുന്നിട്ട് പടച്ചോനെ സ്വീകരിക്കണേ എന്ന് ദ്വാരക്കുക. അതാണ് സത്യവിശ്വാസികൾ. നമ്മൾക്ക് സ്വീകരിച്ചോ അല്ലേ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അവർ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബി ആരാ സഹോദരന്മാരെ? ഖലീലുള്ളാഹ്, അള്ളാഹുവിന്റെ ആത്മമിത്രം, ഏറ്റവും അടുത്ത കൂട്ടുകാരനാ, ഇമാമാണ്, ഖാനിത്ത് പരമഭക്തനാണ്, ഹനീഫ് പച്ച മനുഷ്യനാ, വളവും തിരിവില്ലാത്ത നേർക്ക് നേരെ പച്ച മനുഷ്യൻ, സിദ്ദീഖ് സത്യസന്ധൻ. ഇതൊക്കെ അവസാന വേദഗ്രന്ഥമായ ഖുർആനിൽ ആദർശ പിതാവിന് അള്ളാഹ് കൊടുത്ത സ്ഥാനപ്പേരുകളാണ്. എന്നാൽ അദ്ദേഹം ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണ മാതിരി ആണെങ്കിൽ ഞാനൊരു അമൽ ചെയ്ത അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കോ? ഞാൻ അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആത്മമിത്രല്ലേ എന്ന് ചിന്തിച്ചോ? ഇല്ല. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കണ്ടോ? മണ്ണോട് ചേർന്ന് നിന്നിട്ടല്ലേ ആ പിതാവ് പ്രാർത്ഥിച്ചത്, മകനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്. പടച്ചോനെ, 1ാമത്തെ കല്ലാണ്ട് എടുത്തു വെക്കുമ്പോ കഅബ പുനർനിർമ്മാണം നടത്തുക കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിച്ചത്.
കഴിഞ്ഞിട്ടല്ല, ഒന്നാമത്തെ കല്ലെടുത്ത് വെക്കുമ്പോൾ പ്രാർത്ഥിക്കുക, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ സ്വീകരിക്കണം. അല്ലാതെ അത് പള്ളിപ്പണിയായി പോവും. പള്ളിപ്പണിക്ക് കൂലി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ബെറുമ്പണിയായി പോവും. പരലോകത്തേക്ക് കൂലി കിട്ടണമെങ്കിൽ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഞാൻ ഖലീലാണ്, അത് ശരി തന്നെയാ. ഞാൻ ഹനീഫാണ്, ഖാലിദാണ്, സിദ്ദീഖാണ്, ഇമാം ഒക്കെ നടക്കും, ഒക്കെ ശരിയാ. പക്ഷെ അമൽ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ കഴിയും. എന്റെ പരലോകം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ആലോചിക്ക്. ഈ ചിന്ത, പടച്ചോനെ ഞാൻ ചെയ്ത ഇബാദത്ത് പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ടാവുമോ എന്ന രൂപത്തിൽ ഒരു ഭയം നമുക്കുണ്ടോ? ഇല്ല. എന്നാ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഒരു പെരുന്നാൾ ഉറപ്പിച്ച്, ചെറിയ പെരുന്നാൾ, നോമ്പ് പെരുന്നാൾ ഉറപ്പിച്ചതാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നാളെ ഈദ്ഗാഹിൽ നിസ്കരിക്കേണ്ടതാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാ ഖുതുബ പറയേണ്ടത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫിത്ർ സക്കാത്ത് വിതരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടതാരാ? സിദ്ദീഖ് റളിയല്ലാഹു. അത് ഖലീഫയാണ്. അപ്പൊ പെരുന്നാളാണ്ട് ഉറപ്പിച്ചാ പിന്നെ മദീനയിൽ ഒരൊറ്റ ശബ്ദം മാത്രം. ഏതാ ശബ്ദം? തക്ബീർ. മദീന എരമ്പുന്ന ഒരാദർശ സമൂഹം അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള അടയാള. ഇന്ന് ഏതെങ്കിലും മുസ്ലിം മഹല്ലില് തക്ബീർ ആരോ കേൾക്കലുണ്ടോ? ആ പള്ളിയിലെത്തിയ 2-3 കുട്ടികൾ ആ ചെറിയ കൂറ്റുമായിട്ട് മൈക്കിന്റെ മുമ്പ് പറയാന്നല്ലാതെ വീട്ടിൽ നിന്നും അങ്ങാടിയിൽ നിന്നും വയലേലകളിലും നടപ്പാതയിലും എല്ലാ സ്ഥലത്തുനിന്നും വൃദ്ധന്മാരും കുട്ടികളും പെണ്ണുങ്ങളും തക്ബീർ മാത്രം. ഏതുവരെ? ഈദ്ഗാഹിൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് കേട്ടുന്നത് വരെ. മദീന എരമ്പുന്ന ചരിത്രം വായിച്ചു നോക്കി നിങ്ങൾ. ഇബ്നു ഹിശാമിന്റെ ഫിത്ർ സക്കാത്ത് വിതരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ ഒരു ഭാഗത്ത്, ഈദ്ഗാഹ് തയ്യാറാക്കുന്ന വേറെ കൂടെ, ഒരു കല്യാണ വീട് പോലെ ആഘോഷമാണ്. നാളെ പെരുന്നാളാണല്ലോ. അപ്പോഴാണ് മദീന പള്ളിന്റെ ഒരു വാതിൽ ഇങ്ങനെ തുറന്നു വെച്ച്, ഇപ്പൊ ഈ വാതിൽ തുറന്നു വെച്ച് അതിനൊരു ഉള്ളുണ്ടല്ലോ, ഉൾഭാഗം, അതിന്റെ ഉള്ളിന്ന് ഒരു തേങ്ങൽ ഇങ്ങനെ കേൾക്കും. ആദ്യം കുട്ടികളാ കള്ളി, പിന്നെ ഈ വോട്ട് മറ്റേ ഫിത്ർ സക്കാത്ത് ആ ശബ്ദം കൊണ്ട് ആരും ഇത് കേട്ടില്ല. അപ്പൊ കുറച്ച് ആളുകളൊക്കെ കണ്ട് ഒഴിഞ്ഞു പോയപ്പോ ഈ ഒരു തേങ്ങൽ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ ആരാ അപ്പൊ ഇന്ന് നാളെ ഇതൊക്കെ ഇപ്പൊ നമുക്ക് സന്തോഷിക്കാൻ അവസരം കിട്ടിയ സമയല്ലേ, ഇപ്പൊ ആരാ കരയുന്നത് എന്നറിയാൻ വേണ്ടി ആരോ വാതിൽ കണ്ട് മാറ്റിയപ്പോ മദീന പള്ളി മരിച്ച വീട് പോലെയായി. കാരണം കരയുന്നത് വാപ്പയാ. ആരാ വാപ്പ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫ എന്നാ കരയുന്നത്. അപ്പൊ ഇത് സംഭവം, ഇതൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ആള് പൈനുള്ളിൽ കുത്തുന്ന കരയെ. എന്ത് പറ്റി? എന്താ സംഭവം? അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. നിങ്ങൾ ചിരിക്കണേനും സന്തോഷിക്കണേനും അബൂബക്കർ എതിരല്ല. പക്ഷെ അബൂബക്കറിന് അതിന് സാധിക്കണില്ല. എന്താ കാരണം? ഞാൻ ഒരു മാസം നോറ്റ നോമ്പ്, ഒരു മാസം ഞാൻ നിർവഹിച്ച ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഞാനിപ്പോ എവിടെയുള്ളത്? ഞാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലാണുള്ളത്. ഏതാ ജിബ്രീൽ സ്വലാത്തു വസ്സലാം പ്രാർത്ഥന? നിങ്ങൾക്ക് അറിയാലോ, മിമ്പർമെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. പള്ളിയിൽ നിന്ന് മിമ്പർമക്ക് ഇങ്ങനെ കയറിയപ്പോ ആമീൻ 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 എന്ന് പറഞ്ഞത്. എന്ത് ആമീൻ പറഞ്ഞത്? ജുമാന്റെ ശേഷം സാഹിബ് ചോദ്യം ചെയ്തില്ലേ, എന്താ റസൂലേ സാധാരണ ചെയ്യാത്തൊരു പണി ഇന്ന്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നാമത്തെ പടിക്ക് കാലാട് വെച്ചപ്പം മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ മുൻപിൽ വന്നു, ഒരു പ്രാർത്ഥന നടത്തി. ഞാനാണ്ട് ആമീൻ പറഞ്ഞു. എന്താ പ്രാർത്ഥന? ഒരാൾക്ക് റമളാൻ മാസം ജീവിച്ചിരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഇബാദത്ത് ചെയ്യാനും പടച്ചവൻ അവസരം കൊടുത്തിട്ട് അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ റമളാൻ മാസം അവന് പാപമോചനം നേടാൻ സാധിക്കാതെ, സ്വർഗപ്രവേശനം നേടാൻ സാധിക്കാതെ റമളാൻ കഴിഞ്ഞു പോയാൽ അവന്റെ മേൽ അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ. ആരാ പ്രാർത്ഥിച്ചത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ ആമീൻ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ. ആ പ്രാർത്ഥന സ്വീകരിക്കുമല്ലെന്ന് സംശയിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ. എങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു എന്താ ചോദിച്ചതെന്നറിയോ? എന്റെ നോമ്പെങ്ങാനും പടച്ചോൻ സ്വീകരിച്ചില്ലേ, ഞാൻ ആ പ്രാർത്ഥനന്റെ ഉള്ളിലല്ല ഉള്ളതെന്ന് ആലോചിച്ചിട്ട് ബേജാറായിട്ട് നിങ്ങൾ കാണാത്തോടത്ത് പോയി കരഞ്ഞതാണല്ലോ ഞാൻ. ഈ ചിന്ത ഏതെങ്കിലും മുസ്ലിമിന് പെരുന്നാളിന്റെ രാവിലെ ഉണ്ടാകലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ അന്ന് ഇറച്ചിക്ക് വരിക്കുകയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ നോമ്പിന് എങ്ങനെ ഒരുങ്ങിയത്? നോമ്പിന് നമ്മൾ ഒരുങ്ങിയത് എങ്ങനെ? 2 കിലോ മല്ലി പൊടിപ്പിച്ച്, 2 കിലോ മുളകും പൊടിപ്പിച്ച്, ഞങ്ങളുടെ നാട്ടിൽ 25 കിലോ പച്ചരിയും പൊടിപ്പിച്ചാൽ പിന്നെ നോമ്പ് ഒരു വിഷയമല്ല. ഞാൻ റമളാൻ മുമ്പ് സഹോദരന്മാർ എന്റെ നാട്ടിലെ റേഷൻ ഷാപ്പിൽ 4 കിലോ അരി ഉണ്ട്. നമുക്ക് അത് വാങ്ങാൻ വേണ്ടി വരിക്കുക. അതാ വരിയിൽ നിൽക്കുന്ന പെണ്ണ്, റേഷൻ ഷാപ്പിന്റെ നടത്തുന്ന കുട്ടിരാമൻ എന്നാ പേര് അയാളെ, പുളിച്ച ചീത്ത. നോമ്പായിട്ട് പച്ചരില്ല, നോമ്പായിട്ട് പഞ്ചസാരല്ല. ഇയാള് മിണ്ടില്ല. അവസാനം എന്നോട് ചോദിച്ചു, മൗലവി നിങ്ങളൊരു പണ്ഡിതനല്ലേ? പണ്ഡിതനല്ല, പ്രസംഗിക്കാൻ പോയല്ലേ അറിഞ്ഞ. ആ ഈ പട്ടി നടക്കാൻ എന്തിനാ മുളക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഓളോട് ചോദിച്ചാളിയാർ, എനിക്കറിയില്ല. പട്ടിണി നടക്കാൻ എന്തിനാ പച്ചരി? ഓന്റെ ചോദ്യം ന്യായല്ലേ? റമളാൻ തന്നെ പട്ടിണിയല്ല, അതിന് ഉപ്പും മുളകും മല്ലിയും പൊടിച്ചൊക്കെ ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ തിന്നാൻ ഒരുങ്ങുകയാണല്ലേ, അല്ലാന്ന് പറയാൻ പറ്റുമോ?
നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ അധ്വാനിക്കണ ഭക്ഷണം ഉണ്ടാക്കാൻ അധ്വാനിക്കണ എപ്പോഴാ? റമദാനിലല്ലേ. ഇന്നലെ ഉണ്ടാക്കിയ പലഹാരം ഇന്ന് പറ്റൂല, ഇന്നലെ ഉണ്ടാക്കിയത് സമൂസയിന് അത് ഇന്ന് പറ്റൂല. കാരണം പുതിയാപ്പൾക്ക് 2 ദിവസം ഒരേ പലഹാരം കൊടുത്താൽ പിന്നെ ഓൻ വരൂല. അപ്പൊ ഇന്ന് മണ്ട ആയിക്കോട്ടെ, അതാണല്ലോ പുതിയാപ്പൾക്ക് ഇല്ലാത്തത്, മണ്ട. പലഹാരത്തിന് ഒരുങ്ങല്ലേ കൈമാരെ ഞാനുങ്ങളും. ഈ നോമ്പ് പടച്ചോൻ സ്വീകരിച്ചോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വല്ല വേചാറുണ്ടോ? റസൂലുള്ളാഹിന്റെ തറാവിയും കൊണ്ട് ചുരുക്കി അരമണിക്കൂറാക്കില്ല. എന്തൊരു വൈദഗ്ധ്യമുള്ള ആളുകളാ നമ്മളെ വൈദഗ്ധ്യം അപാരം തന്നെ. റസൂലുള്ളാഹിന്റെ തറാവിന്റെ കൊലരയൊക്കെ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു പറയാ, കയ്യാണ്ട് കെട്ടി ഫാത്തിഹ ഓതി അൽബക്കറാണ് തുടങ്ങി. അപ്പോ ഞങ്ങൾ വിചാരിക്കും അൽബക്കറ തീരുമ്പോ റുക്കൂ ചെയ്യായിരിക്കും. 1-ാമത്തെ റക്അത്താ പറഞ്ഞത്, 1-ാമത്തെ റക്അത്തേ. അപ്പൊ നിങ്ങളും പറയും ഞങ്ങളും മൗലവി അൽബക്കറ എന്നെ തുടങ്ങി 10 ആയത്തിന്റെ അപ്പുറം പോകൂല, 10 ആയത്തിന്റെ അപ്പുറം പോകൂല. പോയാ പിന്നെ കാരണം പിന്നെ തിരിയണത് ഇത് ഇമാം അഥവാ അറിയാതെ നീട്ടി അപ്പൊ ഓന് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, നോക്കിപ്പെട്ടുപോയി. അൽബക്കറ തീരുമ്പം ആലിമ്രാൻ കാണ്ട് ചാടി. നിങ്ങൾക്കറിയോ 1-ാമത്തെ റക്അത്ത്. അപ്പൊ സഹാബികൾ പറയാം ഞങ്ങളിങ്ങനെ കാലൊക്കെ അങ്ങനെ വെച്ചിട്ട് ചുമരുമ്പോൾ ഇങ്ങനെ ചാരിക്കും, കാരണം അത് പിടുത്തം വിട്ടിക്കണ്. 2.5 ജുസ് ഇപ്പൊ കഴിഞ്ഞ് 1-ാമത്തെ റക്അത്തില്. ആലിമ്രാൻ കഴിഞ്ഞപ്പോ നിസാക്ക് ബേക്കോട്ട് ചാടി. ആദ്യം നിസാഹ് ചാടി, നിസാഹ് കഴിഞ്ഞപ്പോ ആലിമ്രാൾക്ക് ബേക്കോട്ട് ചാടി. എത്ര ജുസ് അയച്ച കായ്മാരെ ഒറ്റ റക്അത്തിന്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഈ പള്ളിയിൽ ഒരൊറ്റ ദിവസം നിസ്കാരം വിളിക്കാൻ? മൗലവി ഇന്ന് നിങ്ങൾ കാര്യം ചെയ്യും, 1-ാമത്തെ റക്അത്തിൽ അൽബക്കറ ആലിമ്രാൻ നിസാഹ് ഒന്ന് പറയോ, ധൈര്യം ഉണ്ടോ? പറഞ്ഞാൽ പിന്നെ മൂത്രമൊഴിക്കാൻ മനുഷ്യന്മാർ ഈ പള്ളിയിൽ കയറുമോ? എന്റെ ചങ്ങായിയെ ഞാനൊരു ദിവസം അവിടെ തറാവി കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇമാം മരിച്ചു ചെയ്യുന്നു. കാരണം എന്താ പറയുക, നൃത്തത്തിന്റെ അത്ര റുക്കൂന്റെ അത്ര സുജൂദും എങ്ങനെയുണ്ട്? ഈ നൃത്തത്തിന്റെ അത്ര സുജൂദ് പറഞ്ഞാൽ പിന്നെ അത്താഴം വിളിച്ചാൽ മതിയാവും, കാരണം ഓൻ ഉറങ്ങിയിട്ടുണ്ടാവൂലേ. ഈ നമസ്കാരത്തെ നമ്മൾ എന്താക്കി 1/2 മണിക്കൂർ ഒതുക്കിയില്ലേ അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞാൽ തന്നെ കാലൊക്കെ നീട്ടി അല്ലാ. പിന്നെ ഒരു ക്ലാസ് ഉണ്ട്. എന്തിനും പോലെ ഈ ക്ലാസ് അല്ലേ തന്നെ 10:45 കഴിഞ്ഞപ്പോ ക്ലാസ്സും എന്ത് ഭയങ്കരം. കേക്കമ്മൽ എടുത്തിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച മാതിരി തറാവിൽ കേച്ച് ഓരോരുത്തർ പോണ പോക്കണ്ടായിരുന്നു. എന്താ ഉള്ളത്? 1/4 മണിക്കൂർ 1/2 മണിക്കൂർ നമസ്കാരം. അറിയോ, ഞാന് റമദാന്റെ മുമ്പ് ഞങ്ങൾക്ക് മൗലവിമാർക്ക് റമദാൻ 3 ഭാഗാ. ഒന്ന് ആഗതമാകുന്ന റമദാൻ, റമദാന് മുമ്പാ. റമദാന് മുമ്പ് വിഷയം ഉണ്ടാല് ആഗതമാകുന്ന റമദാൻ. റമദാൻ ആയാലോ ആഗതമായ റമദാൻ. റമദാൻ വിട പറയുമ്പോൾ 3-ാമത്തെ വത്തലെ വിഷയം വിട പറയുന്ന റമദാൻ. ഈ 3 വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാണ്ടാകുക. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ആഗതമാകുന്ന റമദാൻ സംസാരിക്കാൻ പോയതായ ഒരു കുറച്ചു കൊല്ലം മുമ്പ്. ആ കൊല്ലാണ് കേരളത്തിലേക്ക് ബീഹാറിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ ധാരാളം ഇമാമിങ്ങൾ വന്നത്. ആ കൊല്ല ഞാൻ പോണ പള്ളിയിൽ കോൽക്കൊരു ബീഹാറിനെ കിട്ടിയിരുന്നു. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ആ മഹലിൽ ഉറുദു അറിയുന്ന ഒരൊറ്റ കുട്ടിയില്ല. എനിക്ക് മലയാളം അറിയില്ല, ഓൻ ആദ്യമായിട്ടാ കേരളം കാണുന്നത്. അങ്ങനെ നിൽക്കണ്, ചിരിക്കുന്നുണ്ട്. മലയാളത്തിൽ ചിരിച്ചാൽ മതിയല്ലോ, ചുരുക്ക് ഭാഷ ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് അന്നത്തെ കണക്ക് ബാങ്കിന്റെ കണക്കനുസരിച്ച് 7:30 പിന്നെ ഒരു 7-7:30 ഇശാ നമസ്കാരം തുടങ്ങാം, 8:45 അവസാനിപ്പിക്കാം. ഒരു 1.25 മണിക്കൂർ ഇശാ ജമാഅത്തും സുന്നത്തും തറാവിയും ഒക്കെ അടക്കം. അപ്പൊ 7:30 തുടങ്ങി 8:45 അവസാനിപ്പിക്കണം എന്ന് ഇയാളോട് പറയേണ്ടത് എങ്ങനെയെന്ന് ഇവർക്കറിയില്ല. ഇതാ കൊയക്ക്. അപ്പൊ ഇവരോട് ആരോ പറഞ്ഞ് കൂളിമാട് 2 കൊല്ലം ഗൾഫിൽ ഉണ്ടായിരിക്കും. അപ്പൊ തോടാ ഉറുദു മാലു ഓർക്ക് ചിന്തിക്കാലോ. അപ്പൊ എന്റെ ക്ലാസ് അല്ല ഓർക്ക് വേണ്ടിയാന്ന് ഞാൻ ഇതൊന്ന് പറഞ്ഞ് ലെവലാക്കല. അപ്പൊ പെണ്ണാട് സെക്രട്ടറി പറഞ്ഞു, മോലെ ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യം ചെയ്യും, ഇയാളൊന്ന് വിളിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് പറയാം. എന്താ പറയേണ്ടത്? 7:30 to 8:45. അപ്പൊ ഞാൻ പറഞ്ഞു ഈ 7:30 8:45 എനിക്കറിയില്ല. 7 ഞാൻ അങ്ങനെ ഒപ്പിച്ചോളാം, 8 ഒപ്പിക്കാം. ഈ 7:45 എനിക്കറിയാം. എപ്പോഴും അറിയില്ല ഉറുദുവിൽ എങ്ങനെന്താ പറയേണ്ടതെന്ന്. അതുകൊണ്ട് ആ പണി നിങ്ങൾ എന്നെ ഏൽപ്പിക്കരുത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഓന് 2 മണിക്കൂർ മനസ്സിലായാലോ ഇവിടെ തല്ല് വാലറുവോ? നിങ്ങൾ ഇന്നെ തെരഞ്ഞിരൂലേ? അത് ശരി, നിങ്ങളെ കാത്തുനിന്ന് ഇപ്പൊ വെറുതെ ആയില്ല, അതിന്റെ കാത്തുനിന്ന് വെറുതെ തന്നെ വേറെ വല്ല പണി നോക്കിയോളി അറിഞ്ഞ. അപ്പൊ പിന്നെ അവസാനം ഇതിന്റെ ഒക്കെ ഡബിളുള്ളൊരു ഹലാക്കിന്റെ ക്ലോക്കുണ്ട് ആ പള്ളിയിൽ. അതെടുത്തിട്ട് ബീഹാറിന്റെ കൈ കൊടുത്ത് അത് കൈ പിടിച്ചാൽ പിന്നെ അതിന് കാണാനില്ല, അത് ഇത്രേ ഉള്ളൂ ആകെ. എന്നിട്ട് പറയാ ബടാ സൂചി ഇതാ 8:45 പഠിപ്പിക്കാണ്ട്. അവസാനം പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി. അവസാനം പറഞ്ഞ സിയാദ മർഗയാന്ന് എന്തോ പറഞ്ഞു, കൊല്ലുന്നോ മരിച്ചെന്നോ എന്തോ എനിക്കറിയില്ല. കൂടുതലായ പ്രശ്നമാണെന്നുള്ളതാണ് സെക്രട്ടറി ഉദ്ദേശിച്ചത്. പക്ഷെ അത് കൊല്ലുന്നോ മരിക്കുന്നോ ആയി മാറി ചുരുക്കത്തിൽ. പിറ്റേന്ന് രാവിലെ സുബീസ് കേൾക്കുക, ബാങ്ക് കൊടുക്കാൻ മൊല്ലാക്ക വന്നപ്പോ ഇയാൾ ബീഹാറിലെത്തി. കാരണം എന്താ അറിയോ, അയാൾക്ക് മനസ്സിലായി അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ തറാവിയാണിത്.
നമ്മൾ റസൂലുള്ളാഹിന്റെ നമസ്കാരത്തെ ചുരുക്കി 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 അക്കോലത്തിലാക്കി. എന്നിട്ട് തന്നെ നിർവഹിക്കുന്ന ആളുടെ കാറ്റ് ഒരു ഫാനൊക്കെ ഇല്ലാതായാലും നിങ്ങൾ കണ്ടില്ലേ, എന്തോ ഒരു എന്നിട്ട് എന്താ സംഭവം? നമ്മളൊക്കെ തികഞ്ഞവരാണ്. നമ്മൾക്ക് അള്ള ഒരു ഇബാദത്ത് ചെയ്താല് അള്ള സ്വീകരിച്ചോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു വേജാറും ഇല്ലല്ലോ. ഏതുപോലെ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ മഴക്കാലം കണ്ട് തുടങ്ങുമ്പോൾ ആ തെങ്ങിന് തോലിടുക പറഞ്ഞാൽ മരം വെട്ടി ഈ ഇല വെട്ടിയിട്ട് തെങ്ങിനിടും. അപ്പൊ ഒരു മുതലാളിയുടെ വീട്ടിൽ 25 പണിക്കാരുണ്ട്. അതുപോലെ ഓരോരുത്തർ ഓരോ മരത്തം കയറി ഇങ്ങനെ വെട്ടുക. പണി തുടങ്ങണേ ഉള്ളൂ. അപ്പൊ ഈ പണിക്ക് ആദ്യമായി വരുന്ന ഒരുത്തുണ്ടായിന്. ഓനക്ക് ഏത് മരത്തങ്ങളാ കയറേണ്ടതെന്ന് അറിയില്ല. ഈ പാറോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഉറപ്പുറഞ്ഞൊരു മരമുണ്ട്. അതിമ കയറി ഒരു കൊമ്പുമ്പ ചവിട്ടി പൊട്ടി കീപ്പട്ട് വീണ്. പണി തുടങ്ങിയപ്പോഴത്തേനൊന്ന് താഴത്തെത്തി. അറ്റം പോലെ ആ വീട്ടിൽ ജീപ്പ് ഉണ്ടായി. മറ്റു പണിക്കാർ ഇയാളെ ജീപ്പിലെടുത്തിട്ട് ബൂം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സാധാരണ അവിടെ കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാർക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. അത്രയൊക്കെ കേസ്. അന്ന് ഒരു കേസ് കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക അവര്. അപ്പോഴാണ് ഈ പാറോത്ത് വേണ്ടി ബലടിച്ചിട്ടുണ്ട്. അങ്ങനെ ഉടനെ മേശമ കടത്തി പരിശോധിച്ച് മരത്തം വന്ന് വീണാന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് പരിശോധിച്ചിട്ട് ഈ ഡോക്ടർമാര് കൊണ്ടുവന്നവരോട് പറഞ്ഞ് 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നൂടെ. ഇനി ഒരു 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നൂടെ, ഞാൻ കുറച്ച് വൈകിപ്പോയി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ബല് പറഞ്ഞ വാർത്ത 10 മിനിറ്റ് നേരത്തത് വീകണ്ടേ, ഇത് വീണിട്ട് 8 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാ വീണ് ഉടനെ കൊണ്ടുവന്നിരുന്ന അതിന്റെ അർത്ഥം. നമ്മൾ നമസ്കരിച്ചോടനെ അള്ള സ്വീകരിക്കുന്ന നമ്മുടെ വിചാരം. റസൂലുള്ളാഹിന്റെ വേക്കുന്ന് നമസ്കരിച്ച് ഇറങ്ങി പോണത് ആരാ? സഹാബികളല്ലേ. അവരെ പറ്റി റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയോ? ആ പോണ എല്ലാവർക്കും ഒരേ കൂലി അല്ല കേട്ടോ. എന്റെ പേക്കുന്ന പോലെ നിസ്കരിച്ചത് ശരിയാണ്. ഈ പള്ളി തന്നെ നിസ്കരിച്ച എല്ലാവർക്കും ഒരേ കൂലിയാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അവിടെ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളെ ഹാലെന്താ? ചെയ്ത ഇബാദത്ത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയും ഭയവും സത്യവിശ്വാസികളായ സഹാബിയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണപാഠമാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ. ഒന്നാമത്തത് ഇസ്തിഗ്നാ ഉണ്ടായിരുന്നില്ല, ഞങ്ങളെല്ലാം തികഞ്ഞോലാണ്. മഹാനായ അതാഉ സലമി റളിയല്ലാഹു അൻഹു അറേബ്യയിലെ സുപ്രസിദ്ധനായ എംബ്രോയിഡറി വർക്കറാണ്, ടൈലറാണ്. നല്ല കമനീയമായ ചിത്രപ്പണി ഉണ്ടാക്കാൻ എംബ്രോയിഡറി വർക്കറാണ് അദ്ദേഹം. യമനിൽ പോയി മുന്തിയ നൂല് കൊണ്ടുവന്നിട്ട് 2-3 മാസം പുറത്തിറങ്ങാതെ നിസ്കരിക്കാൻ മാത്രം പുറത്തിറങ്ങിയിട്ട് നല്ലൊരു കാർപ്പറ്റ് ഉണ്ടാക്കി അദ്ദേഹം, ചിത്രപ്പണികളുള്ള. അങ്ങനെ മദീനത്ത് അങ്ങാടി കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് നിർത്തി വെച്ച് വിൽക്കാൻ വേണ്ടി വെച്ച് എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെടുക അതിന്റെ ഭംഗി കണ്ട്. ആർക്കും വില പറയാൻ ധൈര്യം വരില്ല, കാരണം നല്ല വില കൊടുക്കേണ്ടി വരുന്നേ. അത് ആവശ്യമുള്ളൊരു സുഹൃത്ത് വന്ന് ചോദിച്ചു, ഇതാരതാണ്? അപ്പൊ അതാഉ സലമി പറഞ്ഞു, എന്റേതാണ്. വിൽക്കാൻ കൊണ്ടതാണോ? ആ വിൽക്കാനുള്ളതാണ്. ശരി. അയാൾ ഇങ്ങനെ അതിന്റെ ബോർഡർമ കൂടെ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് 20 കുറ്റം പറഞ്ഞു. 5 മിനിറ്റ് നോക്കിയപ്പോഴത്തേന് അയാൾക്ക് 20 കുറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചു. അതാഉ സലമി കരഞ്ഞുപോയി. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു, സുഹൃത്തെ, നിന്നെ കരയിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. ഇനി അടുത്ത കാർപ്പറ്റ് നീ ഉണ്ടാക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യോട് ശ്രദ്ധിച്ചാല് ഇതിനേക്കാൾ ഭംഗിയുള്ള കാർപ്പറ്റ് നിനക്ക് ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞതാ, നിന്റെ കുറ്റം പറഞ്ഞല്ല, ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് വാങ്ങി. അതാഉ സലമി അല്ലാഹുവിന് പറഞ്ഞു, സഹോദര, നീ എന്റെ കാർപ്പറ്റിനെ കുറ്റം പറഞ്ഞിട്ടല്ല ഞാൻ കരഞ്ഞത്. പിന്നെ ഇപ്പൊ ഇവിടെ വേറൊന്നും ഉണ്ടായില്ലല്ലോ, നീ എന്തിനാ കരഞ്ഞത്? പിന്നെ ഞാൻ 3 മാസം എന്റെ വീട്ടിൽ ഞാനും എന്റെ പെണ്ണുങ്ങളും കണ്ണിൽ എണ്ണ ഒഴിച്ചുണ്ടാക്കിയ കാർപ്പറ്റ് 5 മിനിറ്റ് സമയം നോക്കിയപ്പോഴത്തിന് 20 കുറ്റേജ് കണ്ട് അല്ലേ? ഞാനും നീയും നമസ്കരിച്ച നമസ്കാരം അള്ളാഹു ശരിക്ക് നോക്കിയാൽ എന്തായിരിക്കും ഹാല്? അതാലോചിച്ച് കരഞ്ഞതാണ്. ഇതാണ് സത്യവിശ്വാസികളായ മുൻഗാമികളിൽ നിന്ന് നമുക്ക് പകർത്തിയെടുക്കാനുള്ള രണ്ടാമത്തെ പാഠം. ഇസ്തിഗ്നാ ഇല്ല. 2, ചെയ്ത അമല് ഞങ്ങൾ ചെയ്ത പടച്ചോൻ എങ്ങനെ സ്വീകരിക്കാണ്ടിരിക്കുക എന്ന നിലക്കുള്ളൊരു ഈസി വാക്ക് ഓവർ ഇല്ല. പടച്ചോനെ സ്വീകരിക്കണമെന്ന് ദ്വാരക്കുകയാണ്, സ്വീകരിക്കാവുന്ന രൂപത്തിൽ ചെയ്യാൻ, അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ. ഇതാണ് രണ്ടാമതായി നമുക്ക് പെറുക്കിയെടുക്കുവാനുള്ളത്. 3, അവരുടെ ലക്ഷ്യം സ്വർഗം, നമ്മുടെ ലക്ഷ്യോ ദുനിയാവ്. നമ്മൾക്കിടയിൽ ഒരാളെ ബഹുമാനിക്കാനുള്ള മാനദണ്ഡം എന്താ? പണം. വേറെന്താ ഉള്ളത്? പള്ളി പ്രസിഡന്റായിട്ട് ആരെ തെരഞ്ഞെടുക്കുക? പൈസക്കാരനെ. അതെന്താ? തൽക്കാലം വയലുസംഖ്യ വിരിച്ചു കിട്ടിയില്ലെങ്കിലും 1 മാസത്തെ ശമ്പളം എടുത്തു കൊടുക്കാൻ ഓൻ്റെ ഉണ്ടാവുള്ളൂ. സംഘടനക്ക് പ്രസിഡന്റായിട്ട് ആരെയാ വേണ്ടത്? പൈസക്കാരനെ. രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രസിഡന്റ് ആക്കൽ ആരെയാ? പൈസക്കാരനെ. കല്യാണത്തിന് നമ്മൾ എന്താ അന്വേഷിക്കല്? പൈസ ഉണ്ടോ ഇല്ലേന്ന്. വേറെന്താ? വേറെ വല്ല മാനദണ്ഡം ഉണ്ടോ? ഒരു മാനദണ്ഡവും ഇല്ല. കല്യാണത്തിന് ചില ആളുകൾ വരുമ്പോൾ കണ്ടില്ല,
ഇരിക്കുന്നത്. എന്താ കാരണം? എത്ര ആളാടെ വന്നത്? ഇയാള് പൈസക്കാരനാണ്. എടാ അവിടെ 2 ആളെ സീറ്റ് ഒഴിയുമ്പോ പറഞ്ഞോ, ഒരു 2 ആൾ ഇവിടെ ഉണ്ട്, ഇവിടെ 2 ആളുകൾ 200 ആള് വേറല്ലേ, എന്താ ഈ 2 ആൾക്ക് പ്രത്യേകത? അയാൾ പൈസക്കാരാണ്. ചില രോഗികളെ കാണാൻ ആളുകൾ കൂട്ടമായി പോണ്, എന്താ കാരണം? അയാൾ പൈസക്കാരനാണ്. പണം നമ്മൾ ദുനിയാവ് തന്നെയാണ്, പരലോകത്തേക്ക് എത്തിയില്ല. എന്നാൽ മുൻഗാമികളായ സ്വഹാബികൾ അവരുടെ ലക്ഷ്യം സ്വർഗമായിരുന്നു. ധാരാ പറഞ്ഞെന്നറിയോ? യുദ്ധക്കളത്തില് മൂക്കും ചെവിയും കൈയും കാലും ഛേദിക്കപ്പെട്ട് ഒരൊറ്റ വെട്ടിന് നെഞ്ചും കണ്ട് പിളർക്കാൻ വേണ്ടി ശത്രു വാളുകന് ഓങ്ങിയപ്പോ ആ ശത്രുവിനോട് ഈ മരണക്കടക്കയിൽ കിടക്കുന്ന സഹാബി പറഞ്ഞ പാട്ടാണ്. നിങ്ങൾക്കറിയോ എന്താ പാട്ട്? ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ്, ഇസ്ലാമിനെ സംരക്ഷിക്കാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്, മരണത്തോടൊപ്പം മരിച്ചാൽ ഉടനെ സ്വർഗം കിട്ടുന്ന മുസ്ലിം ആയതുകൊണ്ടാണ് താങ്കൾ എന്റെ ശരീരം വെട്ടി നുറുക്കുന്നതെങ്കിൽ എന്റെ ശരീരത്തിന് താങ്കൾ വെട്ടിയകറ്റുന്ന ഓരോ കഷ്ണം മാംസ കഷ്ണവും പരലോകത്ത് എടുത്താ പൊന്താത്ത പ്രതിഫലമായി ഞാൻ മാറ്റിവെക്കുകയാണ്. പറ്റുമെങ്കിൽ താങ്കൾ എന്നെ തുണ്ടം തുണ്ടമായി നുറുക്കണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്മാരെ മനസ്സിലെ സ്വർഗത്തിന്റെ വില എത്രയാ? നമ്മുടെ മനസ്സിന്റെ സ്വർഗത്തിന്റെ വിലയോ? ഒരു മഹലിലെ ഗൾഫാരെ മാറ്റി നിർത്ത്. കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാരും വീട്ടിലുണ്ടാകുന്ന സമയപ്പോഴാ? രാത്രി. അപ്പൊ ഒരു മഹലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ നമസ്കരിക്കാൻ ഉണ്ടാവേണ്ട സമയതാ? സുബഹി. കേരളത്തിലെ എല്ലാ പള്ളിയിലും ഏറ്റവും കുറച്ചാളുണ്ടായാലെപ്പോഴാ? സുബഹി. എന്താ കാരണം? നമുക്ക് ഉറക്കാവരുത്. കാരണം ദുനിയാവ് തന്നെ നമ്മളുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ സമയം എത്ര? വെള്ളിയാഴ്ച ആദ്യം പള്ളി വന്നുള്ള കൂലി എന്താ? എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാം. ഒരൊട്ടകത്തിന് അർത്ഥം കൊടുത്ത കൂലി ഇത്രേ അറിയുള്ളൂ, അതിനപ്പുറം ഒന്നും അറിയില്ല. ഒരൊട്ടകത്തിന് അർത്ഥം കൊടുക്കണം എത്ര റുപ്യ വേണം? അത് എനിക്കറിയില്ല. ഗൾഫുമായിട്ട് ബന്ധനേക്കാളുള്ള ആള് ഈ സദസ്സിലുണ്ടാവും. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ ഒരു 5 ലക്ഷം റുപ്യെങ്കിലും വേണ്ടിയിരുന്നു. എനിക്കറിയില്ല കേട്ടോ, തെറ്റാണ്, ക്ഷമിച്ചാളി. 5 ലക്ഷം റുപ്യ പാവങ്ങൾ കൊടുത്ത കൂലി കിട്ടും. വെള്ളിയാഴ്ച കുളിച്ച് തുണി മാറ്റിയിട്ട് പള്ളിയിൽ ആദ്യം വന്നാലും ഈ മിമ്പർമെന്ന് പറയാൻ തുടങ്ങിയ കാലത്രായി? ഒരുപാട് കാലമായി. എന്നിട്ട് നമ്മളെപ്പോഴാ പള്ളി കയറല്? നമ്മൾ ഓരോരുത്തരും എപ്പോഴാ പള്ളിയിൽ പോവല് ആലോചിക്കും. ഞമ്മക്കൊരു സമയമുണ്ട്. ഇനി 10 മിനിറ്റ് നേരത്തെ പള്ളിയിലെത്തിയാൽ വായനശാല അവിടെ ഇരിക്കും, ഇവിടെ പുറത്തിരിക്കും. ഇങ്ങോട്ട് കയറൂല. കണ്ടില്ല നിങ്ങള്? അവിടെ ശബാബ് വായിച്ചു മറ്റേ വായിച്ചു തർക്കിച്ചിരിക്കും. ഇങ്ങോട്ട് കയറില്ല. ഇമാമ ഏകദേശം കൊയങ്ങിയതിന്റെ ശേഷം 2-ാം ഖുത്ബ തുടങ്ങി അല്ലാഹുമ്മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോൾ എന്നാ കയറിയാളാ. എന്തിന് കയറുവാൻ? അപ്പോ ജുമാ തുടങ്ങുമ്പോൾ വളരെ ആള് കുറവ്, കഴിയാനാകുമ്പോ ഇതൊക്കെ ഫുള്ളാകുന്നുണ്ട്. അപ്പൊ കമ്മിറ്റിക്കാര് കൂടി തീരുമാനിച്ചു എന്താ ഇതിനൊരു പരിഹാരം? ജുമാ തുടങ്ങുമ്പോൾ തന്നെ പള്ളി ഫുള്ളാകാൻ എന്താ മാർഗം? എല്ലാരും പള്ളിയിൽ എത്താൻ എന്താ മാർഗം? അല്ലെ എത്തിക്കാൻ എന്താ മാർഗം? അപ്പൊ ഒരാൾ പറഞ്ഞു മൗലവിനോട് ഖുത്ബയെ പറയാൻ പറയും. ഖുത്ബയിൽ മൗലവി പറയാത്ത ഒറ്റ ഖുത്ബയില്ല. അപ്പൊ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു ഒരു മാർഗമുണ്ട്. നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ മഹല്ലിലെ മുഴുവൻ ആണിനും പെണ്ണിനും ജുമാക്ക് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചേരാറ്. ആ തീരുമാനം അങ്ങനെ ഉണ്ടോ? നമുക്ക് തീരുമാനം എടുക്കാം. എന്താ തീരുമാനം എന്ന് വെച്ച്, ഈ ഒട്ടകത്തിന് അർത്ഥം കൊടുത്ത കൂലി പരലോകത്തുനിന്ന് കൊടുക്കാന്നാണല്ലോ പടച്ചോൻ പറഞ്ഞത്. നമ്മൾ ഇവിടുന്നാട് കൊടുക്കാറ്. ഇവിടുന്നാട് കൊടുക്കുക. അടുത്ത വെള്ളിയാഴ്ച ആദ്യം ജുമാക്ക് വരുന്നവൻക്ക് 5 ലക്ഷം റുപ്യ ജുമാ കഴിഞ്ഞ് ഖത്തീർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാട് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മളെ പള്ളിന്റെ കോലെന്താ? കമ്മിറ്റിക്കാര് മൗലവിനോട് പറഞ്ഞത് ഇത് ഖുത്ബയെ പറഞ്ഞാൽ മതി, അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളല്ല. മൗലവി അറിയാതെ അബദ്ധത്തിൽ മനുഷ്യനല്ലേ വ്യാഴാഴ്ച ഏഷസ് കേച്ച് ഇത് പറഞ്ഞു. പിന്നെ ഏഷസ് കേൾക്കാൻ വന്നോ പോവോ? ഓൻ പറഞ്ഞു അങ്ങനെ ഉണ്ടോ? എന്നാ ഇഴ്ത്തിക്കാഫ് അല്ല കടത്തിക്കാഫ് പള്ളിയിലെ ഓന്റെ പെണ്ണുകൾ ചപ്പാത്തിയായിട്ട് കാത്തുക സാധനത്തിന് മൂപ്പരെ കാണില്ല. അപ്പോൾ ഈ ആഴ്ച നോമ്പൊക്കല്ല പിന്നെന്തോ മീറ്റിങ്ങോ കാര്യം ഉണ്ടാകും. അവന്റെ നേരം കേൾക്കും. 11:30 തൊലക്കമല മീറ്റിങ്ങാ. ഇവള് വിളിച്ച് ചോദ്യം ചെയ്യുമ്പോ പറഞ്ഞു മോളെ നമ്മൾ പുരക്ക് തറയിട്ടിട്ട് 3 കൊല്ലായില്ലേ, ഒരു ലോഡ് കല്ലും കൂടി അടിക്കാൻ പറ്റിയില്ലല്ലോ.
ദാ നമുക്ക് വാർപ്പ് കഴിഞ്ഞ് ഒരു റൂം ശരിയാക്കി കൂടാനുള്ള പൈസ ഇപ്പൊ നാളെ 1 മണിക്ക് എന്റെ കയ്യിലെത്തുന്നതാണ്. എങ്ങനെ ഇത് അങ്ങനെ ഒരു തീരുമാനം കമ്മിറ്റിക്കാരെടുത്തെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്താ പറയാ, അവിടെ കുത്തിയിരുന്നോളി അറിയും, അനങ്ങണ്ട ചപ്പാത്തി ഞാൻ അവിടെ കൊണ്ടുവരാം. അപ്പൊ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ട ആക്കെ പിന്നെ ഒഴിക്കുക, കുറെ കാലം ഒഴിക്കണി, നാളെ ചുമ കഴിഞ്ഞിട്ട് ഒഴിക്കኝ. എന്താ കാരണം നിങ്ങൾ നീച്ച വേറെ ആളെ വന്ന് ഉത്തിരിക്കും. കണ്ടോ, കമ്മിറ്റിക്കാര് തീരുമാനിച്ചപ്പോ ഉറപ്പായി, അല്ല പറഞ്ഞപ്പോഴോ ഉറപ്പായില്ല. എന്നാ മുൻഗാമികൾ എങ്ങനെയാ, റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമസ്സലാത്ത വഈതാഅസ് സകാത്ത വയഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ടോ, ബിലാൽ അല്ലാഹു ബാങ്ക് എപ്പ തുടങ്ങിന്ന് വെച്ചാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിക്കുന്നതിന് മുമ്പ് ആണും പെണ്ണും പള്ളിയിലെത്തിയില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ അല്ലാഹു ഒരു ബാങ്ക് കൊടുക്കാൻ പറയൽ എങ്ങനെയാ, ബിലാലെ ബാങ്ക് കൊടുക്കുന്ന അല്ല, അരിഹിനാ യാ ബിലാൽ, അരിഹിനാ യാ ബിലാൽ, ബിലാലെ മനസ്സിന് കുളിർമ കൊണ്ടാന്നാ പറയാ. മനസ്സിന് കുളിർമേ, അസ്സലാത്തു ഖൈറും മിനൻ നൗം കുളിർമേ അല്ല കുളിരോ? നമ്മൾ കുളിരാ, കുളിർമല്ല. റസൂലുള്ള പറയാ കുളിർമ കൊണ്ട ബിലാലെ. നമ്മൾ കുളിരുകൊണ്ട് പുതപ്പ് അപ്പ് അപ്പോ മനസ്സിലായോ? സുന്നികളാണെങ്കിൽ മൗലവി ബാങ്ക് കൊടുക്കണോട് വർത്താനം പറയും, സദഖത്തഹു ബരിർത്ത, ഇവിടുന്ന് അങ്ങോട്ടൊരു ബാങ്ക് അങ്ങോട്ട്. എന്താ സദഖത്തഹു ബരിർത്ത? നീ സത്യം പറഞ്ഞു, ആര് മൊല്ലാക്ക. അപ്പൊ ബരിർത്ത നീ ഗുണവാനായി, കാരണം മുപ്പൊരു വള്ളിയിലാണല്ലോ ഉള്ളത്, ഞാൻ ഇവിടെ തന്നെയാണ്. അമ്മ 9 മണിക്ക് കാണാം ഇൻഷാ അല്ലാഹ്, മനസ്സിലായി? എന്നിട്ട് 9 മണിക്ക് ഇങ്ങനെ കുനൂത്ത് ഒതുനാണ്. അപ്പോഴാണല്ലോ മുജാഹിദർക്ക് പിന്നെ വേറെ ഒന്നുണ്ട്, സുബി എപ്പോഴും നിൽക്കുക, കാരണം കുനൂത്തില്ലാത്തോണ്ട് അറിയില്ല. അങ്ങനെ മുജാഹിദായ കുറെ ആളുകളുണ്ട്. വളരെ എളുപ്പമാണല്ലോ, 10 പൈസ ചെലവില്ല, നീർച്ച അയക്കണ്ട, മൗലൂദ് അയക്കണ്ട, മൗലവിമാർക്ക് കൈമട് കൊടുക്കണ്ട, എത്ര പൈസ ലാഭം. പിന്നെ ആണെങ്കിലോ ഏത് സമയത്തും സുബീസ് കേൾക്കാം. ഞാനൊരു ഈ ജില്ല കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോ ഒരു മുജാഹിദ് യുവാവ് ISM കാരൻ 9 മണിക്ക് നിസ്കരിക്കണാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, പടച്ചോനെ മുജാഹിദുകൾ ദുഹാ നിസ്കരിക്കണ മനുഷ്യന്മാരാണില്ലേ, ഞാൻ തന്നെയാ മോശം. കാരണം ഞാൻ മൗലവിയായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ പരിചയപ്പെട്ട് ഒരു സുബിയ അടിക്കണേ. എന്താ സ്ഥിതി? അള്ളാന്റെ അടുത്ത് മനസ്സ് അവിടെ കെട്ടിവെച്ചില്ല. അള്ളാന്റെ വാഗ്ദാനത്തിന് ഒരു വിശ്വാസവും ഇല്ല, ജനങ്ങളെ വാഗ്ദാനത്തിന് ആ വിശ്വാസം. മനസ്സിലായോ? നിങ്ങൾ കണ്ടില്ലേ, ഏത് അങ്ങാടി കൂടി ഏത് പാതിരാക്കും ആർക്കും നടന്നു പോവാപ്പോ. കാരണം എന്താ, നടക്കണമല്ലോ. എന്താ കാരണം? ഡോക്ടർ പറഞ്ഞതാ നടക്കണം. അള്ള പറഞ്ഞ 5 മണിക്ക് പള്ളിയിലേക്ക് നടന്നോളി, നടന്നില്ല. അപ്പൊ അതാ നടക്കണം 3 മണിക്ക്. ആര് പറഞ്ഞപ്പോ? ഡോക്ടർ പറഞ്ഞപ്പോ. അള്ള പറഞ്ഞിട്ടോ നടന്നില്ല. അള്ള ശിക്ഷിച്ചാണ്ടങ്ങള് 5 മണിക്ക് ബാങ്ക് കൊടുക്കുമ്പോ 20 മിനിറ്റ് ഉറക്കം മാറ്റി വെച്ച് സ്വന്തം മഹലിൽ പോയി പള്ളിയിൽ സുബീസ്കരിക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സിലെ സ്വർഗത്തിന്റെ വലുപ്പത്തിലെ സഹോദരന്മാരെ. എന്നാൽ യുദ്ധക്കളത്തിൽ വെച്ച് നിങ്ങളിന്റെ ശരീരം തുണ്ടം തുണ്ടമായി നുറുക്കെന്ന് പറഞ്ഞ ഈ മനുഷ്യന്മാരുടെ മനസ്സിലെ സ്വർഗം എത്രയാ? ആ സ്വർഗം നമ്മുടെ ജീവിതത്തിലുണ്ടോ പരിശോധിക്കുക. അതുണ്ടാക്കണം, അതുണ്ടാവണം. അള്ളാഹിനെ പറ്റിയുള്ള പേടിയോ? നമുക്ക് അള്ളാന്ന് പറയാൻ അറിയിട്ടാ നമ്മൾ അള്ളാന്റെ കഥ പറയാക്കല്ലേ. എന്റെ നാട്ടില് പലിശക്ക് കൊടുക്കുന്ന ഒരു മുസ്ലിം ഉണ്ട്, പച്ചയായിട്ട് ഒരു മറയില്ല. മൂപ്പര് പറയും സംഗതി തിരക്കണതില്ല, പലിശക്ക് 100 റുപ്യ. അങ്ങനെ അയാളോട് പലിശക്ക് വാങ്ങിയ ഒരാള് പലിശപ്പണം കൊണ്ട കൊടുക്കാൻ മൂപ്പരെ വീട്ടിൽ ചെന്ന്. ഞാനത് പറയണെന്തിനാ വെച്ചാൽ ഇന്നത്തെ ഇന്ത്യയും മനസ്സിലെ പടച്ചോന്റെ അവസ്ഥ പറയാനാ. അങ്ങനെ പലിശപ്പണം കൊടുത്ത മൂപ്പര് വാങ്ങി കീശയിലിട്ട് എണ്ണി നോക്കിയില്ല. ഏത് പൈസ കൊടുത്താലും എണ്ണി നോക്കണല്ലോ. അപ്പൊ ഈ വാങ്ങിയ സുഹൃത്ത് പറഞ്ഞു, ഇത് എണ്ണി നോക്ക്, കാരണം ഞാൻ ഇനിയിപ്പോൾ നാട് പോയിട്ട് അതിന്റെ ഇടയ്ക്ക് 100 കുറവുണ്ട് 50 കുറവുണ്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു കാരണവശാലും പൈസ ഒരാൾ തരുമ്പോ എണ്ണി നോക്കാണ്ട് കീശയിലിടരുത്. സുബ്ഹാനല്ലാഹ്, എണ്ണി നോക്കിയില്ല. ആര്? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കീശയിലിട്ട് എന്താ? പലിശ. ഈ സുബ്ഹാനല്ലാഹ് എന്ത് കാര്യമുള്ളത്? അള്ളാഹിനെ പറ്റി അറിയാത്തോണ്ടാ, അറിഞ്ഞിട്ട് കാര്യമല്ല. മലപ്പുറം ജില്ലയിൽ ഇടവണ്ണപ്പാറ എന്ന് സ്ഥലമുണ്ട്. 25 കൊല്ലം മുമ്പ് അവിടെ സിനിമാശാലക്ക് തീ പിടിച്ചു. 25 കൊല്ലം മുമ്പത്തെ കഥയെ വന്നത്. അന്ന് സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ ഓലോണ്ട് ഇങ്ങനെ മറച്ചെട്ടിയ സിനിമകളാ. 2:45 ഒരു ഷോ തുടങ്ങും. ആ ഷോ തുടങ്ങി ഇങ്ങോട്ട് റെഡിയായി വരുമ്പോ ആരോ സിഗരറ്റോ വീഡിയോ വലിച്ചിട്ടിട്ടതാ കത്തി. അങ്ങാടിയിലുള്ള ആളുകൾ സിനിമാശാല കത്തിയത് അറിഞ്ഞത് എങ്ങനെ അറിയോ? അല്ലോ അതിന്റെ ഉള്ളിൽ നിന്ന് മുജാഹിദുകളാ, ബദരീങ്ങളെ നല്ല വിളിച്ചത്. മനസ്സിലായി നിങ്ങൾക്ക്? പടച്ചോനെ നേർക്ക് നേരെ വിളിച്ച് തീ കണ്ടപ്പോ. സഹോദരന്മാരെ, ഈ പടച്ചോനോട് എന്ത് കാര്യമാണത്? സിനിമ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ കറണ്ട് ആടുപോയ അല്ലാ, എന്താ ഒരു കാര്യമില്ല. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം യഖീനായി മാറണം. കല്ല,
ലൗ തഅലമൂന ഇൽമൽ യഖീൻ. എന്താ യഖീൻ നിങ്ങള്? ഒരു പോലീസ് ഓഫീസർ, പോലീസ് സ്റ്റേഷൻ, അല്ലെ ഒരു വില്ലേജ് ഓഫീസ്, അല്ലെങ്കിൽ ഒരു RT ഓഫീസ്. ഞാൻ പറഞ്ഞത് കൂടുതൽ കൈക്കൂലി വാങ്ങാൻ സാധ്യതയുള്ള 2-3 ഓഫീസിന്റെ പേര് പറഞ്ഞേ. ഒരു പോലീസ് ഓഫീസറുടെ പോലീസ് സ്റ്റേഷനിൽ ക്യാമറ വെച്ചാൽ പിന്നെ കൈക്കൂലി വാങ്ങോ? ഇല്ല. എന്താ കാരണം? പിടിക്കുന്നുണ്ട്. സാധാരണ കൈക്കൂലി കൊടുക്കണോ കീശ കൈ കിട്ടണം? എന്തേ മനസ്സിലായില്ല? അപ്പൊ ഒരു പോലീസുകാരൻ ഇവിടെ കയ്യാണ് അവിടെ ക്യാമറ വെച്ചിട്ട് കൊടുക്കാഞ്ഞോ നന്നായി, വാങ്ങാഞ്ഞോ നന്നായി. എപ്പോ ക്യാമറ വെച്ചപ്പോ. അള്ളാഹ് നമ്മ അങ്ങനല്ലേ സഹോദരന്മാരെ? ഈ ക്യാമറനെ പേടിക്കണ പേടി പടച്ചോനെ പറ്റിണ്ടോ? എന്തിന് കേൾക്കാനും നിങ്ങളും എന്ത് നോമ്പായിക്കും നോക്കും? പരിശോധിക്കും. എന്റെ നാട് കൂളിമാട്, തൊട്ടപ്പുറത്തുള്ള നാട് ചെറുവാടി. ഒരു പാലം അട് കടന്നാൽ ചെറുവാടിയായി. രാത്രി 2 മണിക്ക് ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഇതിനാന്നറിയോ? മുസ്ലിങ്ങളെ പടച്ചവനെ പറ്റിയുള്ള പേടി ഞാൻ കാണിച്ചു തരാം പ്രാക്ടിക്കലായി. ഗുഡ്സ് ഓട്ടോറിക്ഷ, ലൈറ്റും ഇടൂല, ചാട്ടാക്കൂല, ഉന്തി കൊണ്ടുവരുന്നതാണ്. കോഴിപ്പാട്സാ മുസ്ലിം ആക്കുണ്ടായിരുന്നേ. എന്നിട്ട് ഇങ്ങനെ ആരോ ഉണ്ടോ ഒരൊറ്റ ഉന്ത് എടുക്ക് ചാലിയാറ്. നിസ്കരിക്കണില്ലേ? ഇവർക്ക് അള്ളാനെ പറ്റി അറിയാം. ആകെ പൊന്തി അള്ളാന്ന് ഇടണ തന്നെ, അള്ളാന്ന് ഉന്തി ഇടണ തന്നെ. അള്ളാനെ പറ്റി പറഞ്ഞ കോഴിപ്പാട്സ് പോയേക്ക് ഇടുന്നത്. എന്ത് കാര്യം അള്ളാനെ പറ്റി വിശ്വാസം കൊണ്ടുള്ളത്? നന്നാവൂല, ഒരു രക്ഷയില്ല. അതുകൊണ്ട് മനുഷ്യൻ പരലോകത്ത് രക്ഷപ്പെടില്ല. ഏതുപോലെയാവണം? ക്യാമറയെ ഭയപ്പെടുന്നത് പോലെ. തലശ്ശേരിയാണ്. എന്റെ ഓർമ്മയിൽ ഒരു നിക്കാഹ് സ്ഥലത്ത് ഞാൻ ഇറങ്ങിപ്പോയ സ്ഥലമാണിത്. അവിടുത്തെ ആർഭാടം കണ്ടിട്ട് കോഴിക്കോട് വന്നാ നിക്കാഹിന് ഞാൻ നടത്തൂലെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യല്ലേ സഹോദരന്മാരെ ഈ പ്രദേശത്തെ മനുഷ്യന്മാർ വിവാഹത്തിന്റെ പൊടി പൊടിക്കണത്. എന്നിട്ട് അവിടെ പോയിട്ട് മൗലവിമാര് ഹുതുബി നടത്തി കൊടുക്കണില്ലേ? ഞാനതിനെതിരാ, ഒരു സംശയം വേണ്ട. ഒരു നിക്കാഹ് സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ നടത്തൂല, ഞാൻ നടത്തിയ നരകത്ത് പോവും. നിങ്ങളെ ഈ കെട്ടിണ്ടാക്കിയതും ഇവിടുത്തെ കോപ്പറേറ്ററും അല്ലാതെ എനിക്ക് വേറെന്താ പ്രസംഗിക്കാനുള്ളത് ഇവിടെ? ഇതിനെതിരെ നിങ്ങൾ പ്രസംഗിക്കാൻ സമ്മതിക്കോ? ഇല്ല. എങ്കിലും ഞാനില്ല, ഞങ്ങൾ വേറെ ആരൊക്കെ നടത്തിക്കോളി. എത്ര ലക്ഷം ഉറുപ്പ്യ ഒരു കല്യാണത്തിന് ചെലവ്? ഇസ്ലാമോളം വിവാഹം ലളിതമാക്കിയ ഒരു മതത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയോ? സ്വാമി ശ്രീനാരായണ ഗുരു വടകര വന്നു. അദ്ദേഹം ഒരു ഉത്സവത്ത് പങ്കെടുക്കാൻ വന്നതാ. ഉത്സവത്ത് പങ്കെടുത്ത് പോണ സമയത്ത് ഒരു ശ്രീനാരായണ ഗുരു ഭക്തൻ പറഞ്ഞു, അത്ര ഗുരു, നിങ്ങൾ ഏതായാലും ഇവിടട്ടം വന്നതല്ലേ, നാളെ എൻ്റെ മോളെ കല്യാണ എന്റെ വീട്ടിൽ നിന്ന് പങ്കെടുത്ത് പോവാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രീനാരായണ ഗുരു വളരെ താഴ്മുള്ള മനുഷ്യനാ. ഞാൻ വരാം, 10:30 മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ വരാമോ? ശ്രീനാരായണ ഗുരു വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആളുകളൊക്കെ കൂടി തടിച്ചു കൂടി. 10:30 മണി എന്ന് പറഞ്ഞാൽ 10:30 മണി അദ്ദേഹം വന്നു നോക്കുമ്പോ അവിടുത്തെ പന്തലും അവിടുത്തെ പാട്ടും കൂത്തും ആയിരക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തുണ്ടാക്കിയ കതിർ മണ്ഡപം താലിടാൻ വേണ്ടി ഇതൊക്കെ കൂടി കണ്ട് ഗുരു ചോദിച്ചു, അത്രേ, നിങ്ങളെ ഈ ധൂർത്ത് ആരാ പഠിപ്പിച്ചത്? ആരാ നിങ്ങളെ ഈ ധൂർത്ത് പഠിപ്പിച്ചത്? അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഒരു കല്യാണത്തിൽ 10 ആള് പങ്കെടുത്താ മതിന്ന്. അപ്പൊ സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു, ഈ 10 ആള് എന്നുള്ള കണക്ക് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അദ്ദേഹം പറഞ്ഞത്, മനുഷ്യന്റെ ശാരീരിക, മാനസിക, സാമൂഹിക, സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഉപദേശം നൽകിയ ഒരേ ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് മുഹമ്മദ് നബിയാണ്. ആ പ്രവാചകൻ നടത്തിയ ഒരൊറ്റ കല്യാണത്തിനും 10 ആളിൽ കൂടുതൽ പങ്കെടുത്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ശ്രീനാരായണ ഗുരു. എന്നെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണെന്ന് ശ്രീനാരായണ ഗുരു. മുസ്ലിങ്ങൾക്ക് മനസ്സിലായിണോ? തൊട്ടപ്പുറത്ത് വീടില്ലാത്ത, മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത, വിദ്യാഭ്യാസം ചെയ്യാൻ പണമില്ലാത്ത ആയിരക്കണക്കിന് മുസ്ലിം സമൂഹം നിലനിൽക്കെ വിവാഹത്തിന് ലക്ഷങ്ങൾ മുടക്കുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? ധൂർത്തിന്റെ പര്യായമായി മാറി ഞാനും നിങ്ങളും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ ദീൻ, പടച്ചവനെ പറ്റി, അള്ളാഹിനെ പറ്റിയുള്ള ബോധം ക്യാമറയെ പോലെ. അപ്പൊ വീഡിയോ നിർബന്ധമാണല്ലോ. ചോറില്ലെങ്കിലും തിരക്കില്ല, വീഡിയോ നിർബന്ധ. ഒരുത്തം വെളിച്ചം കാണിച്ചു കൊടുക്കണ, മറ്റോ അങ്ങനെ പിടിച്ചു നടക്കണ അല്ലേ? അത് നമ്മളെ നേരെത്തുമ്പോ നമ്മൾ എങ്ങനെ നിൽക്കുക? മൗലവിയായ ഞാനും എന്താ കാരണം? പിരാന്തന്റെ കോലത്തിൽ നിൽക്കണ്ടല്ലോ. അതാട് പോയാലോ? ഞാൻ പഴയ കോലത്തിലായി. എന്നാ ചോദിക്കട്ടെ സഹോദരന്മാര്, അള്ളാഹ് എന്ന് പറഞ്ഞ ക്യാമറ, എന്റെ നേരെ തിരിച്ചു വെച്ച ക്യാമറ മാറ്റി വെക്കണ സമയമുണ്ടോ? എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വാധീനമുണ്ടോ? ഈ ക്യാമറയെ ഭയപ്പെടുന്നത് പോലെ ഞാൻ പടച്ചോനെ പേടിക്കുന്നുണ്ടോ? ഇല്ല.
ഫോട്ടോ എടുക്കാൻ ചെന്ന് സ്റ്റുഡിയോയിലുള്ള ആളുകൾ എന്താ പറയാ, ഒന്ന് ഫ്രഷ് ആയി കളി അറിയും, ഒന്ന് ഫ്രഷ് ആയി കളി, പിരാന്തന്റെ കൊലത്തിരിക്കണ്ട, അവിടെ ചീർപ്പും കണ്ണാടിയും കുറച്ച് പൗഡറും ഉണ്ട്, വേണ്ടിയോടത്തോളം ഇട്ടോ. അങ്ങനെ നമ്മൾ ആരാന്റെ അല്ലേ നിനക്ക് നല്ലോണം ഇടും. ഇവിടെ ഒക്കെ ഇടേണ്ട ആവശ്യമില്ലല്ലോ മുഖം എടുക്കണേ, കാരണം ഇത് വെറുതെ കിട്ടുകയാണല്ലോ മനുഷ്യന്. അതെന്താ കാരണം? ഫോട്ടോ എടുക്കാൻ പോവല്ലേ, ഉള്ളത് നല്ല വൃത്തിയിൽ നിന്നോട്ടെ അല്ലേ. എന്നാൽ അള്ളാഹ് പകർത്തുന്നത് മുഖം മാത്ര, മനസ്സടക്കല്ലേ. ഫോട്ടോ ക്യാമറ മുഖം മാത്രമല്ലേ എടുക്കുള്ളൂ സഹോദരന്മാരെ, മനസ്സെടുക്കുവോ? എങ്കിൽ പടച്ചോന്ന് പറഞ്ഞ ക്യാമറയോ മനസ്സടക്കം ഒപ്പിയെടുക്കല്ലേ. അപ്പൊ മനസ്സ് പോലെ മുഖം, മുഖം പോലെ മനസ്സും നന്നാവണ്ടേ. ഈ ബോധം പടച്ചോനെ പറ്റി നമുക്ക് ഉണ്ടായിണോ? ഇല്ല. സഹാബികൾ അങ്ങനെ ആയിരുന്നില്ല. രാവും പകലും ശുദ്ധമായിരുന്നു, സ്വന്തവും രഹസ്യവും പരസ്യവും ശുദ്ധമായിരുന്നു, നാടും വിദേശവും ശുദ്ധമായിരുന്നു. എവിടെ ചെന്നാലും സഹാബികൾ അറഫ മൈതാനിയിൽ പ്രവാചകന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, അലാ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, നിങ്ങൾ ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്ത ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് ഈ തൗഹീദിന്റെ സന്ദേശം എത്തിപ്പെടാൻ അവശേഷിക്കുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഈ കൽപ്പന പറഞ്ഞപ്പോ അറഫ മൈതാനിന്റെ പുറത്ത് ഇവർ വരാൻ ഉപയോഗിച്ച വാഹനം ഒട്ടകവും കഴുതിയും കുതിരയും ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞിരുന്നത് അങ്ങോട്ട് അവർ യാത്ര പോയി. കേരളത്തിൽ വന്നു, കോഴിക്കോട് വന്നു, കാസർഗോഡ് വന്നു. കോഴിക്കോട് വന്ന ആളുകളെ സ്വീകരിച്ചിരുത്തിയത് സാമൂതിരി രാജാവായിരുന്നു. സ്വീകരിച്ചിരുത്തിയിട്ട് എല്ലാവർക്കും നാരിയൽ പാനി എന്ന് പറഞ്ഞാൽ ഇളനീര് കൊടുത്തു. ആരും കുടിക്കണില്ല. സാമൂതിരി രാജ കുടിച്ചോടി തന്നെ, കുടിക്കൂലായിരുന്നു. അമീറിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പൊ അമീറിന്റെ സംഗതി മനസ്സിലായി. അമീർ സാമൂതിരി രാജാവിനോട് ചോദിച്ചു, സർ, നിങ്ങൾ ഈ കരിക്ക് നിങ്ങളെ സ്വന്തം പറമ്പെന്ന് പറിച്ചതാണോ അതല്ല അന്യന്റെ പറമ്പെന്ന് പറിച്ചതാണോ? സാമൂതിരി രാജാവ് ഹയാത്തിന്റെ അടക്കം അങ്ങനെ ഒരു ചോദ്യം കേട്ടില്ല. എങ്ങനെ? നിങ്ങളെ പറമ്പെന്ന് പറിച്ചതാണോ അതല്ല അന്യന്റെ പറമ്പെന്ന് പറിച്ചതാണോ? എന്താ പേടുന്ന് പറിച്ചാൽ എന്താ? ഏടുന്ന് പറിച്ചാൽ ഞമ്മക്ക് കുടിക്കാൻ പറ്റില്ല, ഞങ്ങള് മുസ്ലിങ്ങളാ. അപ്പോ അതിന്റെ പറമ്പെന്ന് പറിച്ചതാ, എന്നാ കുടിച്ചോളി തന്നെ. എല്ലാവരും കുടിച്ച്. കണ്ടോ, എവിടെ ചെന്നാലും മുസ്ലിമായി ജീവിക്കും. നമ്മുടെ നാട്ടിൽ പറയാൻ എന്താ അറിയോ? ചേർന്ന തിന്നിനോടത്ത് എത്തിയാൽ അതിൽ നടുക്കണ്ടം തിന്നണമെന്നാ. നിന്നാ നമ്മൾ ഏത് നാട്ടിലെത്തി അതിനനുസരിച്ച് നിൽക്കണം, മുസ്ലിമായിട്ട് നിൽക്കണം നല്ല പറയല്. ഇവർ മുസ്ലിമായി ജീവിച്ചു. കാരണം സൗദി അറേബ്യയും കേരളവും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമില്ല. കാസർഗോഡ് വന്നു, അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പു എന്നുപേരുള്ള അമുസ്ലിമാണ് ഓല കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അയൽപ്പക്കത്തെ വീട്ടിൽ പോയി ചോദിക്കും, നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കഴിച്ചോ, നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ? എന്താ തീറ്റിങ്ങൾ എപ്പോഴും ഇവിടെ നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കഴിച്ചോ? മനസ്സിലായില്ല. അപ്പു ഒരിക്കലും ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, അയൽവാസി പട്ടിണി നടക്കുമ്പോ ഞങ്ങൾക്ക് തിന്നാൻ പറ്റില്ലല്ലോ. അയൽവാസി പട്ടിണി നടക്കുമ്പോ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന മുസ്ലിം അല്ല എന്ന് ഞങ്ങളെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നാണല്ലോ അപ്പു മുസ്ലിം ആയത്, കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം. എന്താ അതിന്റെ അർത്ഥം? എവിടെ ചെന്നാലും മുസ്ലിമായി. കാരണം അള്ളാഹ് പറഞ്ഞ ക്യാമറ ലോകം മുഴുവൻ പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ബോധം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരുപാട് വർഷങ്ങളുണ്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ ഏശാൻ കൊടുത്തു തീരൂല. അള്ളാഹിനെ പറ്റി വളരെ കൃത്യമായ ധാരണ. സ്വർഗമാണ് ലക്ഷ്യം, ദുനിയാവല്ല. ദുനിയാവ് നമ്മളെ ലക്ഷ്യമല്ല. അതുകൊണ്ട് മത്സരമുണ്ടായി സഹാബികൾ തമ്മിൽ. ഏത് വിഷയത്തില്? നമ്മൾ മത്സരിക്കുന്നു. ഏത് വിഷയത്തില്? വീടുണ്ടാക്കുന്നിടത്ത് കണ്ണൂർ ജില്ലയിൽ ഗൾഫ് പോയിട്ട് 10-25 കൊല്ലം താമസിച്ച മനുഷ്യൻ ഉണ്ടാക്കും, എടുത്തോ പൊന്തോത്തൊരു വീട്. പിന്നെ അത് പെയിന്റ് അടിക്കാൻ പൈസ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് പട്ടിണി നടക്കും. ഇത്രയും വിവരം കെട്ടൊരു സമുദായം വേറെ ഇടയുള്ളത്. നിങ്ങളത് തെക്കോട്ട് പോയി ചോദിച്ച സഹോദരന്മാരെ, ഈരാറ്റുപേട്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളുള്ള കേരളത്തിലെ സ്ഥലം ഈരാറ്റുപേട്ട. അറിയങ്ങള്? ഞാനൊരു വീട്ടിൽ പോയി, അന്തം വിട്ടുപോയി. ഞാൻ 3 ഡോക്ടർമാരുണ്ട് അമേരിക്കയിൽ. എന്നിട്ട് അവർ താമസിക്കുന്ന വീട് ഓല വീട്. അറിയോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു നല്ല വീടുണ്ടായിക്കൂടെ എന്ന് ചോദിച്ചു. വീട് വരുമാനം തരൂലല്ലോ മൗലവീന്ന് പറയും. വീട് നമുക്ക് വരുമാനം തരൂല, ചെലവല്ലേ ഉണ്ടാക്കുള്ളൂ, താമസിക്കാൻ ഇത് മതിയല്ലോ. പാലവിടെ ഉണ്ട്, പച്ചക്കറി ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങണ്ട, ഒരു പച്ചക്കറിയും കടയിൽ നിന്ന് വാങ്ങണ്ട, എല്ലാം പറമ്പിലുണ്ട്. പാല് കുടിക്കാൻ പാലവിടെ ഉണ്ട്. നമ്മളെ വീട്ടിലോ? നമ്മളവിടെ ഒരു മുളകിന്റെ തൈ ഉണ്ട് സഹോദരന്മാരെ, ഒക്കെ പീടിയെ പോയി വാങ്ങല്ലേ. മുസ്ലിങ്ങളോളം ഇത്തരം കാര്യം ചിന്തിക്കാത്തൊരു സമുദായം ഏതാ ഉള്ളത്? അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ലക്ഷ്യം സ്വർഗം. ആ സ്വർഗം കിട്ടാവുന്ന വിഷയത്തിലാണ് അവർ മത്സരിച്ചിട്ടുള്ളത്. ആ വിഷയത്തിലാണ് അവർക്ക് പരിഭ്രമം ഉണ്ടായത്. ഒരുപാട് ചരിത്രം പറയേണ്ടതുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും കടക്കണില്ല.
ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തു. ഏത് വിഷയത്തിൽ? ദീൻ പഠിക്കാൻ ത്യാഗം ചെയ്തു, ദീൻ ജീവിതത്തിൽ പകർത്താൻ ത്യാഗം ചെയ്തു, ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ത്യാഗം ചെയ്തു, ദീൻ ഈ ലോകത്ത് നിലനിർത്താൻ അധ്വാനിച്ചു. ഈ 4 രീതിയിൽ ദീനെ സ്നേഹിച്ചവരാണ് അവർ. ആദ്യകാലത്ത് മുസ്ലിമായി ജീവിക്കാൻ തന്നെ പ്രയാസം. ഖുർആൻ പഠിക്കാൻ ഓല എങ്ങനെയാ വന്നത്? ബാപ്പി മകനും കൂടി പഠിക്കാൻ പോയാൽ വീട്ടിലെ കാര്യം നടക്കുമോ? ബാപ്പി മകനും കൂടി പണിക്ക് പോയാൽ ദീൻ പഠിക്കാൻ കഴിയോ? അപ്പൊ ബാപ്പി മകനും കൂടി ഒരു കരാറിലെത്തുക. എന്താണ്? ഇന്ന് ഞാൻ പ്രവാചകന്റെ സന്നിധി പോവാ, മോൻ പണിക്ക് പോവുക, വൈകുന്നേരം വന്ന് ബാപ്പ മോനെ പഠിപ്പിക്കുക. നാളെ ബാപ്പ പണിക്ക് പോവുക, മോൻ പ്രവാചകന്റെ സന്നിധി പോവാ, രാത്രി മോൻ ബാപ്പനെ പഠിപ്പിക്കുക. ഇങ്ങനെ ദീൻ പഠിച്ചവരാണ് സ്വഹാബികൾ. നമ്മളോ? ഖുർആന്റെ എത്ര ആയത്തിന്റെ അർത്ഥം നമുക്കറിയാം സഹോദരന്മാരെ. ഞാൻ ആദ്യമായി വിദേശത്ത് പോയിട്ട് കണ്ണൂർ ജില്ലയിലെ ഒരു സുഹൃത്തിന്റെ റൂമിലാണ് താമസിച്ചത്. അന്ന് ഞാൻ വിവാഹിതനായിരുന്നില്ല. ഞാൻ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഓൻ എന്തോ ആവശ്യത്തിന് ഓന്റെ പെട്ടി തുറന്നപ്പം ഒരു അട്ടി കത്തുണ്ട് പെട്ടിന്റെ ഉള്ളില്. അന്ന് ഫോൺ ഇത്ര വ്യാപകമായില്ല, കത്തയക്കണ കാല. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ഇവിടെ കത്തിന്റെ ബിസിനസ് ആണോന്ന് ചോദിച്ചു. ആ കത്തിന്റെ ബിസിനസ് ഒന്നുമല്ല, പിന്നത്തെ പെട്ടി അടച്ചും കത്ത് പെണ്ണുങ്ങൾ അയച്ചതാ. ഇതൊന്നായിട്ടോ? ഒന്നായിട്ടല്ല മൗലവി, 3 കൊല്ലം അയച്ച കത്ത് ഞാൻ കീറിയിട്ടാഞ്ഞില്ല. എനിക്ക് കുടുംബജീവിതം അല്ലാത്തോണ്ട് എനിക്ക് ഇപ്പൊ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാവൂലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ കീറാതെ കൊണ്ടു നടക്കണെന്തിനാ? ഓളയച്ച കത്തല്ല, നിങ്ങൾക്ക് അറിയില്ല അതിന്റെ വിഷയം. നമ്മളിങ്ങനെ ഓരോ ടെൻഷനും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ ഓളോ ഓർമ്മ വരും. ഇങ്ങനെ തുറന്നിട്ട് ഒന്നും ഇങ്ങോട്ട് എടുക്കും, ഏതോ ഒന്ന്, ഏതെടുത്താലും മതി, ഒക്കെ ഓളയച്ച കത്ത് തന്നെയല്ലേ. അങ്ങനെ അവസാനം കളറ് കണ്ടാൽ എനിക്ക് കാര്യം മനസ്സിലായി. ഏത്? കത്തിന്റെ കവറിന്റെ കളറ് കണ്ടായുള്ളത് കാണാതെ പറയാൻ തുടങ്ങി. അത്രമാത്രം ഞാൻ കാണാതെ പഠിച്ചിട്ട് ഒറ്റ കത്തും ഞാൻ കീറിയിട്ടാഞ്ഞില്ല. അള്ള ഒരു കത്തയച്ച് 14 നൂറ്റാണ്ട് മുമ്പ്. വായിച്ചു നോക്കിയോ നിങ്ങളും? അള്ളാഹുള്ള മുഹബത്ത് എത്ര നമുക്ക്? ഭാര്യക്ക് ഭർത്താവിലുള്ള സ്നേഹം അള്ളാന്റെ ഖുർആനോടുണ്ടോ? ഇല്ല. എന്നിട്ട് ഞാൻ ഖുർആൻ പഠിക്കാത്തവനാണ്. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ റസൂലുള്ള കൊടുക്കുന്ന ഒരു കേസുണ്ട് സഹോദരന്മാരെ. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, ഈ സമുദായം ഈ ഖുർആനെ അവഗണിച്ചു കളഞ്ഞു. ഏത് ഖുർആൻ? ആ ഖുർആൻ കിട്ടാനാണ് ഞാൻ നാടും വീടും വിട്ട് മദീനയിലേക്ക് പോയത്. ആ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്റെ വീട് വളഞ്ഞു കൊല്ലാൻ. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി. ഞാൻ നടന്നു പോകുന്ന വഴിയിൽ കുടികുഴിച്ചു വെച്ചു. ഈ നാട്ടി ഓടിച്ച് 27ഓളം യുദ്ധങ്ങൾ നടത്തി. കണപ്പല്ല് പൊട്ടി, കവളിൽ അമ്പ് തറച്ച്, എന്തെല്ലാം കഷ്ടപ്പാട്. ഇതൊക്കെ സഹിച്ച് ഞാൻ എത്തിച്ചു കൊടുത്ത ഖുർആൻ ഇവർ അവഗണിച്ച് കളഞ്ഞു എന്ന് റസൂലുള്ള കേസെടുക്കുക. ഖുർആനെ അവഗണിക്കുക എന്നതിന് ഇബ്നു കസീർ റഹിമഹുല്ല 6 രീതിയിലുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ എന്താ അറിയോ? തെർക്കു തദ്ബീറഹു വ തഅലീമഹു. ഖുർആന്റെ അർത്ഥം പഠിക്കാതിരിക്കൽ ഖുർആനെ അവഗണിക്കലാണ്. എങ്കിൽ ഈ സദസ്സിൽ എത്ര ആൾക്ക് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? ഖുർആൻ പഠിക്കുന്നിടത്ത് പഠിക്കണനുസരിച്ച് ജീവിതത്തിൽ പകർത്തണം. നമ്മൾ അങ്ങനല്ല. നമ്മൾ ഖുത്ബ കഴിഞ്ഞാല് കഴിഞ്ഞ ആഴ്ചന്റെ അത്ര ഒരു സുഖം പോരാ. കഴിഞ്ഞ ആഴ്ച ഗുമ്മുണ്ടായാൽ മതി. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഗുമ്മ. മൗലവി പോരാ, എല്ലാ ആഴ്ചയും പോരാ. ഞാൻ വായിച്ച എന്താ പോരായികൾ ചോദിച്ചാൽ ഹംദും സലാത്തും ചെല്ലീനോ? ഓ, അതൊക്കെ നീട്ടി ചെല്ലണു ഉപ്പര്. ഖുർആനായ തോതിനോ? ആ ഓതി 3. തഖ്വ വസിയത്ത് ചെയ്തോ? ആ. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചോ? ആ. എന്താ പോരായിക? 5 ഉള്ളല്ലോ കുത്തുബന്റെ റുക്കിന് പറന്ന്. ഇതായ 5 കുത്തുപോയല്ലോ. അല്ല മൗലവി, കേക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആളുകളെ ആകർഷിച്ചിരുത്ത് ഗുരുത്വാകർഷണം അത്. എന്നിട്ട് മൗലവിക്ക് മാർക്കിടുക നമ്മള്, മനസ്സിലായോ? എന്നാ റസൂലുള്ളാഹിന്റെ കാലത്തോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലെത്തുന്നത് വരെ, വീട്ടിലെത്തി ചോറുന്നുമ്പോഴും ഭാര്യയും ഭർത്താവും മക്കളും പറയുന്ന റസൂലുള്ളാഹി പറഞ്ഞേ കേട്ടില്ലേ, നമുക്ക് ഇനി അങ്ങനെ ജീവിക്കണം. ഇന്ന് റസൂലുള്ളാഹി പറഞ്ഞേ കേട്ടില്ലേ, നമുക്ക് ഇനി അങ്ങനെ ജീവിക്കണം എന്ന തീരുമാനം ഉണ്ടാവുക. മാർക്കിടുകയല്ല, റസൂലുള്ളാഹിക്ക് മാർക്കിടുകയല്ല. നമ്മളെ ജീവിതത്തിൽ അങ്ങനെയാണ്. പകർത്തുന്നതിൽ, ദീനിന് വേണ്ടി ത്യാഗം സഹിക്കുന്നതിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബിലാൽ റളിയല്ലാഹു അൻഹു ആരാ? ബത്ഹാ താഴ്വരയിൽ മലർത്തിക്കടത്തി, നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ച്, കഴുത്തിൽ കയറിട്ട് അങ്ങാടി പിള്ളൽ വലിച്ചഴച്ചപ്പോഴും മഹാനായ ബിലാൽ അള്ളാഹുവിന്റെ കണ്ടങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദം അഹദ് അഹദ് എന്നായിരുന്നു. ഉബയ്യത്ത് ബിൻ ഖലഫിന്റെ 12 അടിമകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഉബയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ എന്നത്തെയും പ്രഖ്യാപിത ശത്രു. മുസ്ലിമായതിന്റെ പേരിൽ മറ്റ് 11 അടിമകൾക്കുള്ള ഡ്യൂട്ടി എന്താണെന്നറിയോ? ഈ മനുഷ്യൻ അടിക്കല.
ഒരാള് അടിച്ച് തളരുമ്പം ചാട്ടവാറ് മറ്റവന്റെ കയ്യിൽ കണ്ട് കൊടുക്കുക. അടി കൊള്ളണതൊക്കെ ഒരാള്. ആ കൊള്ളണ ആളെ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഉമറല്ലാഹുവിന്റെ ഭരണകാലത്ത് കുറെ ആദ്യകാല സഹാബികൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഉമറല്ലാഹുവിനെ ചോദ്യം ചോദിച്ച്, നിങ്ങളൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളൊന്ന് പറയും കേൾക്കട്ടെ എന്ന്. അപ്പൊ ഓരോരുത്തർ ചെയ്ത ത്യാഗം പറഞ്ഞു. ഒന്നും നിസ്സാരമല്ല. ബിലാൽ അല്ലാഹുവിന്റെ ഊഴത്തി അദ്ദേഹം ഷർട്ട് ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുത്തപ്പോ നട്ടല് ഇങ്ങനെ നിൽക്കുക, നട്ടല് നേർക്ക് നേരെ നിൽക്കുക, ഒരു തുള്ളി ഇറച്ചി അയിമരില്ല. ശത്രുക്കള് തീക്കുണ്ടാറുണ്ടാക്കിയിട്ട് ഇങ്ങനെ വലിച്ചഴച്ചപ്പോ കൊഴിഞ്ഞു പോയതാ ഇറച്ചി ഉരുകിയിട്ട്. അതാ മനുഷ്യൻ. ഈ 11 അടിമകൾ ഒരിക്കൽ രാത്രി ബിലാൽ അല്ലാഹുവിന്റെ അടുക്കൽ വന്നൊരു കഥ ഉണ്ട്. ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന അടിമകള് ഉബയ്യത്ത് ഇബ്നു ഖലഫ് കാണാതെ വന്നതാ. കയ്യില് വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്. ഈ അടിമകൾക്ക് കിട്ടിയ ഭക്ഷണം വെള്ളമായിട്ട് വന്നതൊക്കെ ഈ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇയാളെ തല്ലാൻ പൂതിണ്ടായിട്ട് തല്ലല്ല. യജമാനം പറഞ്ഞാൽ തല്ലല്ല, നിവൃത്തിയില്ലല്ലോ. ഇവരെ മനസ്സിന് ഭയങ്കര വേദന ഉണ്ട്. അവരെ കൂട്ടത്തിൽ ഒരാളല്ലേ തല്ലണത്. അവർ പറഞ്ഞു, ബിലാലെ, നിന്റെ ശരീരത്തിൽ ഞങ്ങൾ ഓരോ അടി അടിക്കുമ്പം ആ ഓരോ അടി ഞങ്ങളെ മനസ്സിൽ 1000 അടിയായി വീഴുന്നുണ്ട്. പക്ഷെ യജമാനം പറഞ്ഞാൽ കേൾക്കല്ല. അടിമകളായ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ കൂടിയിട്ട് ഒരാഗ്രഹം നിന്റെ മുമ്പിൽ പറയാൻ വേണ്ടി വന്നതാ. എന്താ ആഗ്രഹം? നീ ഉബയ്യത്ത് ഇബ്നു ഖലഫ് കേൾക്കുന്ന രൂപത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഒന്ന് മിണ്ടാതക്ക്, എന്നാ മതി. അഹദ് അഹദ് ഓനെ കേൾക്ക് ഇങ്ങനെ പറയുന്ന പരിപാടി ഒന്ന് നിർത്ത്. എന്നാ ഞങ്ങൾക്ക് നിന്നെ തല്ലാതിരിക്കാലോ ബിലാലെ. തല്ലുകൊണ്ട് ഞങ്ങളെ തല്ലുകൊണ്ട് ഈ മരിച്ചു പോകുന്ന പിന്നെ ഞങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്? ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഉബയ്യത്ത് ഇബ്നു ഖലഫ് കേൾക്കുന്ന രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നീ നിർത്തണം. ഈ നിർദ്ദേശവുമായി വന്ന മനുഷ്യരോട് ബിലാൽ അല്ലാഹു പറഞ്ഞ വാക്കെന്താ? നിങ്ങള് അശ്റികുൽ അർള വൽ അസ്നാം മദീനൻ വറബ്ബുൽ അർശി അല്ലമനി സവാബാ. ഈ ഭൂമി നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹം, ഈ വിഗ്രഹത്തെ വീണ്ടും ദൈവമായി അംഗീകരിക്കണം എന്നാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? വറബ്ബുൽ അർശി അല്ലമനി സവാബാ. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അർശിന്റെ തമ്പുരാൻ ഏകനായ ദൈവത്തിലേക്കുള്ള തൗഹീദിന്റെ വെളിച്ചം ബിലാൽ എന്ന അടിമക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷം ഉബയ്യത്ത് ഇബ്നു ഖലഫിന്റെ ഉപദ്രവം ഭയന്ന് നാവുകൊണ്ടെങ്കിലും തൗഹീദിന്റെ ശബ്ദം പറയാതിരിക്കണം എന്നാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? ഇനി നിങ്ങൾക്ക് നിങ്ങളെ അടികൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ബിലാൽ റളിയല്ലാഹു അൻഹു മരിച്ചു പോകുമെന്ന വേദന കൊണ്ടും വിഷമം കൊണ്ടുമാണ് നിങ്ങൾ ഈ നിർദ്ദേശം എന്നെ മുമ്പിൽ വെച്ചതെങ്കിൽ മരണം എന്ന 3 അക്ഷരത്തിന് ബിലാലിന്റെ നിഘണ്ടുവിൽ അരപ്പൈസക്ക് വിലല്ല. എനിക്ക് ഒരു പേടിയ വിഷയത്തിലില്ല. പിന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ അടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം. നിങ്ങളുടെ അടി കൊണ്ട് തെറിച്ചു വീഴുന്ന ഓരോ തുള്ളി മാംസവും ഓരോ തുള്ളി രക്തവും പരലോകത്ത് എടുത്താൽ പൊങ്ങാത്ത പ്രതിഫലമായി ബിലാൽ മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ മനുഷ്യന്റെ മനസ്സിലെ ത്യാഗസന്നദ്ധത സുബഹി നമസ്കാരത്തിൽ പോലും കാണിക്കാത്ത ആളുകളാണ് നമ്മൾ. എങ്ങനെ പോവാ സഹോദരന്മാരെ? സ്വർഗത്തിന് ഒരൊറ്റ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഒരു പത്രം വായിച്ചപ്പോ ഒരു ജോലിന്റെ പരസ്യം കണ്ടു. ഒരു സെക്യൂരിറ്റിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ നിന്നാ മതിയല്ലോ. 5 ആൾ ആവശ്യമുണ്ട്. എന്താ യോഗ്യത? SSLC പാസ്സായാൽ മതി. അത് ഞാൻ പാസ്സായിക്കണം. അപ്പൊ തന്നെ ആ പെണ്ണുങ്ങളെ വിളിച്ച് പറഞ്ഞു, മോളെ 25 കൊല്ലം മുമ്പ് 2 ചട്ടിയില്ലാത്ത ഒരു SLC ബുക്ക് ഞാൻ എവിടെയോ വെച്ചിന് ഓർമ്മയില്ല. അതുകൊണ്ട് തപ്പാൻ തുടങ്ങിയപ്പോ തന്നെ നാളെ രാവിലെ എനിക്കൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാണ്ട് എന്നാണ്. ഇവള് എഴുന്നൊക്കെ അത് തപ്പി റെഡിയാക്കി വെച്ച് ഞാൻ സുബഹി നിസ്കരിച്ച് ഫസ്റ്റ് ബസ്സിൽ ഓഫീസിലേക്ക് ചെല്ലുക. അപ്പൊ ബസ് കയറിയപ്പോ എന്റെ ചിന്ത എന്താ അറിയോ? ഈ പരസ്യം ഞാൻ മാത്രമേ കണ്ടുണ്ടാവുള്ളൂ. കാരണം പത്രത്തിന്റെ ഉള്ളിൽ എഴുതുന്നത് ആരും കണ്ടുണ്ടാവില്ല. ഏത് അകരാട് ചെന്ന് നോക്കുമ്പോ ഞാൻ മാത്രമേ കാണാത്തുള്ളൂ. 500 ആൾ ഇപ്പൊ തന്നെ എത്തിക്കണാടെ. 5 ആൾ ആവശ്യമുള്ള 500 ആൾ അപ്പൊ തന്നെ എത്തിക്കണം. 7 മണിക്ക് 8 മണിക്ക് ഓഫീസ് തുറക്കുക. പടച്ചോനെ, ബസൂലി പോയത് തന്നെ ഉറപ്പായി എനിക്ക് കിട്ടൂലെന്ന്. ഏതായാലും വന്നതല്ലേ, ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാന്ന് വിചാരിച്ച് ഞാനും വരിയിൽ ഇങ്ങനെ നിന്ന്. അങ്ങനെ നിന്നാ പിന്നെ നമ്മൾ തൊട്ട് മുമ്പുള്ള ആളുകളോട് പരിചയപ്പെടുമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാ? ഞാൻ തലശ്ശേരിയാണെന്ന്. നിങ്ങൾ ഏതുവരെ പഠിച്ചിന്? ഞാൻ ഡോക്ടറേറ്റ് എടുത്ത ആളാ. എന്റെ SLC ബുക്ക് വീണ്. എനിക്ക് ആ പണി കിട്ടൂലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാ. എന്നാ പരലോകത്തെ വിചാരണ എങ്ങനല്ലേ? നമ്മളെ മുമ്പിലുള്ളതാരാ? ഡോക്ടർ എടുത്ത സഹാബികൾ.
ഡോക്ടറേറ്റ് എടുത്ത സഹാബിയുടെ മുമ്പിൽ ആ ചീഞ്ഞ SLC ആയിട്ട് ഞാൻ നിങ്ങൾ കാത്തുക്കിടത്. ആസിം റളിയല്ലാഹുവിന് തലയോട്ടില്ല, ഹംസ റളിയല്ലാഹുവിന് കരളില്ല, മിസ്അബ് റളിയല്ലാഹുവിന് കഫംപുട പോലും ഇല്ല. നിങ്ങൾക്കറിയോ? ദീനിന് വേണ്ടി സമർപ്പിച്ചതാ. എനിക്കും ഉങ്ങൾക്കും അള്ളാന്റെ ദീനിന് വേണ്ടി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ എന്ത് ത്യാഗണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കുപ്പായം തുണിയിട്ട് നടക്കുക. എന്താടാ സ്വർഗത്ത് പോവാത്തത്? മരിച്ചില്ല, വേറൊരു തടസ്സവും പോനില്ല. ഓൻ സ്വർഗത്ത് പോകാനുള്ള തടസ്സം മരിച്ചു കിട്ടിയിട്ട് കാത്തിക്കുക. എന്നാ സഹാബികൾ ആരാ? അവരെ പറ്റി പഠിക്കണം, അവരെ അറിയണം. ഒരു ഹദീസ് നമ്മൾ ഖുർആൻ കാണാതെ പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന ആളുകളാ. പക്ഷെ ഹദീസ് കാണാതെ പഠിക്കാൻ താല്പര്യം കാണിക്കില്ലല്ലോ. നിങ്ങൾ ഹദീസ് മാത്രം പഠിച്ചാൽ പോരാ സഹോദരന്മാരെ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബികളെ പറ്റി കൂടി പഠിക്കണം. അപ്പൊ ഒരു ഹദീസ് ഒരുപാട് പാഠം നമുക്ക് നൽകും. അതുകൊണ്ട് മുൻഗാമികളായ സത്യവിശ്വാസികളായ സ്വഹാബികളെ സ്നേഹിക്കുക, അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠം ജീവിതത്തിൽ പരമാവധി പകർത്തുക. അപ്പോ സ്വഹാബികളെ സ്നേഹിക്കുക, അവരെ പറ്റി പഠിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.